നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികളെ ന്യായീകരിച്ച് കളക്ടർ. അഡ്മിനിസ്ട്രേറ്റർ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ ജനങ്ങളുടെ ഭാവിയെ കരുതിയാണെന്നും ഭരണകൂടത്തിനെതിരെ വ്യാജ പ്രചരണങ്ങളാണ് നടക്കുന്നത് എന്നും ജില്ലാ കളക്ടർ അസ്കർ അലി കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർ കൊണ്ടുവന്ന എല്ലാ പുതിയ നടപടികളും കളക്ടർ ന്യായീകരിച്ചു. ലക്ഷദ്വീപിന്റെ ആവശ്യമായ വികസന പ്രവർത്തനങ്ങളാണ് ദ്വീപിൽ നടക്കുന്നതെന്നാണ് കളക്ടർ അസ്കർ അലിയുടെ വിശദീകരണം. 73 വർഷമായിട്ടും കാലത്തിനനുസരിച്ചുള്ള വികസനം ദ്വീപിൽ ഉണ്ടായിട്ടില്ലെന്നും ഇതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും പുതിയ നടപടിക്രമങ്ങൾ ഇതിന്റെ ഭാഗമാണെന്നും കളക്ടർ പറഞ്ഞു. Tourism water villa projects are being developed for tourism development by the Lakshadweep administration in collaboration with NITI Aayog on the lines of Maldives in Minicoy, Kadmat and Sweli Islands. നിലവിൽ നടക്കുന്ന പ്രതിഷേധങ്ങളും ആരോപണങ്ങളും സ്ഥാപിത താൽപര്യക്കാരുടേതാണെന്നും അവർ നുണക്കഥകൾ പ്രചരിപ്പിക്കുകയാണെന്നും കളക്ടർ ആരോപിച്ചു. ദ്വീപിൽ നിയമവിരുദ്ധമായി ബിസിനസ്സുകൾ നടത്തുന്നവരും പ്രചരണങ്ങൾക്ക് പിന്നിലുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. Strict and stringent laws are needed so that the youth here are not misguided. People having vested interests in such illegal business are propagating against the imposition of strict laws. As many states of the country have enacted cow protection laws, a law has been introduced in Lakshadweep on the same lines. Only those who are associated with its illegal business and those who have personal interests are propagating against this legislation. ബീഫും ചിക്കനും ഉച്ചഭക്ഷണത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇത് നയപരമായ തീരുമാനമല്ല. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത് നിരവധി ആലോചനകൾക്ക് ശേഷമാണ്. പ്രാദേശിക വിപണിയിൽ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. If the requirements of the children can be met by providing fish or egg which is readily available in the local markets, we wanted to promote local fishermen. They want their fish to be taken by the administration. This is one way we want to promote them. We are not banning fish or we are not banning egg. ദ്വീപ് നിവാസികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള നടപടികളാണ് ദ്വീപിൽ സ്വീകരിച്ചിരിക്കുന്നത്. ടൂറിസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് മദ്യം വിൽക്കാനുള്ള തീരുമാനമെന്നും കളക്ടർ വിശദീകരിച്ചു. Keeping tourism in mind, liquor permits have been given at the selected tourist establishment only for the tourists, not for the islanders. That too only for the permit holders. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിച്ചു കളഞ്ഞതെന്നും കളക്ടർ പറഞ്ഞു. ദ്വീപിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നുവെന്ന് കളക്ടർ പറഞ്ഞു. ഏതാനും ദിവസം മുമ്പ് 3000 കോടി രൂപയുടെ 300 കേസ് ഹെറോയിൻ, AK-47 തോക്കുകൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു. അഡ്മിനിസ്ട്രേഷനെതിരായി പ്രതിഷേധം നടത്തുന്നത് നിശ്ചിത താല്പര്യമുള്ളവരാണെന്നും കളക്ടർ ആരോപിച്ചു. If you see drug trafficking, it is increasing in and around Lakshadweep. Many youths are involved in drug trafficking and drug abuse. റിപ്പോർട്ടർ, കൊച്ചി. ലക്ഷദ്വീപിന് വേണ്ടിയുള്ള നിയമസഭാ പ്രമേയം ഔചിത്യപൂർവ്വം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലക്ഷദ്വീപ് എന്നാൽ മലയാളികൾക്ക് കടുത്ത വികാരം ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അവർ സഹോദരങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ എല്ലാവർക്കും കടുത്ത വികാരം തന്നെയാണ് ഉണ്ടാവുക. കാരണം നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ളവരാണവർ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രശ്നങ്ങളിൽ നിയമസഭ ഒരു പൊതുപ്രമേയം അംഗീകരിക്കുന്നത് ഔചിത്യപൂർവമായ നടപടിയായിരിക്കും. അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം BJP നേതാവ് ജയേന്ദ്രൻ മാസ്റ്റർ, ഹംദുല്ല സയ്യിദ് മുൻ MP, TK ആറ്റബി സാമൂഹ്യ പ്രവർത്തക, അരുൺ ഗോപി, ഒപ്പം തന്നെ എളമരം കരീം, ആയിഷ സുൽത്താന സാമൂഹ്യ പ്രവർത്തക എന്നിവർ ഇവിടെ വിവിധയിടങ്ങളിൽ നിന്നും. ആദ്യം ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, ലക്ഷദ്വീപിൻ്റെ ജില്ലാ കലക്ടർ തന്നെ ലക്ഷദ്വീപിന് എതിരായ അല്ലെങ്കിൽ ലക്ഷദ്വീപിനെ അപകീർത്തിപ്പെടുത്തുന്ന എത്രയെത്ര പരാമർശങ്ങളാണ് ഇന്ന് നടത്തിയത്. അവിടെ കേന്ദ്ര സർക്കാരിന് എന്തോ ഒരു പദ്ധതിയുണ്ട് എന്ന് വെച്ച് ആ ജനതയെ അപമാനിച്ചുകൊണ്ട് വേണോ അത്? നികേഷ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജില്ലാ കലക്ടർ വളരെ കൃത്യമായിട്ട് അവിടെ നടക്കുന്ന ആ സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താൻ അതിനെ പുറത്ത് നടക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ നടത്തുന്ന സ്ഥാപിത താല്പര്യക്കാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണല്ലോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. വളരെ സതുദ്ദേശപരമായി, പ്രത്യേകിച്ച് നമുക്കറിയാം അക്സർ അലിയെ എന്ന് പേരുള്ള അവിടുത്തെ വളരെ യുവാവായ ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറിച്ചും ആ പ്രദേശത്തിന്റെ വികസനത്തിൽ ഏറെ തൽപരനായ ജില്ലാ കലക്ടർ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ബാഹ്യമായ നല്ല കാര്യങ്ങളെ കുറിച്ച്, പുറത്ത് നടക്കുന്ന പ്രചരണങ്ങൾ, സ്ഥാപിത താല്പര്യക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഈ പറയുന്ന വർത്തമാനങ്ങളൊന്നും അവിടെ ഇല്ലെന്നും
അവിടെ ജനങ്ങൾ അതിനെ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ നിലത്തേക്ക് അതിനെ സ്വീകരിച്ചുകൊണ്ട് വരുന്ന തലമുറയെ ശക്തിപ്പെടുത്താനുള്ള വലിയ മുന്നേറ്റമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദയവായി തുടരുക. ആരോടാ ഞാൻ ചോദിക്കേണ്ടത്? ഇവിടെ അറിയാമോ ഈ വിഷയങ്ങൾ? ആയിഷ സുൽത്താനൊക്കെ അറിയാമോ? ലക്ഷദ്വീപ് അസ്കർ അലി ജില്ലാ കളക്ടർ എന്നോടൊപ്പം ഉണ്ട്. Askar Ali, can you hear me? Yes. Yeah, you understand Malayalam or should I speak in English? Yes, I prefer in English. I am just traveling. Okay. You are in Kochi right now. Yes, I am in Cochin. So the islanders are not happy with your statement or your press conference. They are all the parties are planning a strike against the administration. So your purpose was not served. I just want to tell you whatever we have to say from our side, from official point of view, we have given in the press conference. I hope all the details are out in the public. It's up to a matter of choice. If someone having vested interest, if they want to play politics, it is up to them. We are not into it. What we want is development in the islands, and that too in a planned way, holistic manner, with new direction and momentum. So we are very much concerned with the interests of the local residents and what we are supposed to do from the side of the administration. So whether those, because there are certain groups having vested interest, they may not be happy at all. So we are not very much concerned with that, and that is not our job also. We serve for the public interest. We will continue to serve, and the place is very peaceful, and the place will remain peaceful also. Whatever is required for the development, we will plan and do it in a very planned manner. So you are not concerned about the protests planning from the island? And in the even as on today in the islands, it is very peaceful. Not much of protest in the islands. Everyone is following COVID appropriate behavior, and 3,000 committed healthcare workers, frontline workers, they are working day and night for effective COVID management in the islands. So we are concerned with our duties because we need to effectively manage the pandemic, and we are concerned more about with our developmental works. So our priority is a bit different from those who are playing politics or those who have vested interest, and play and take advantage of any situation which may come up in the islands. അപ്പോൾ രാഷ്ട്രീയം കളിക്കുന്നവർ രാഷ്ട്രീയം കളിക്കും. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം 300 കിലോഗ്രാം ഹെറോയിൻ, ഏതാണ്ട് 3000 കോടി രൂപ വില വരുന്ന ഹെറോയിൻ 5 AK-47 പിടിച്ചെടുത്തു എന്നുള്ളൊരു ഗുരുതരമായ ആക്ഷേപം നിങ്ങളുടെ കളക്ടർ തന്നെ നിങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്നോടാണോ സർ ചോദ്യം? അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആയിഷ സുൽത്താന. അതെ, ഞാൻ പറയാം. എൻ്റെ അറിവിൽ ഈ AK-47 കിട്ടിയിരിക്കുന്നതും ഈ ഡ്രഗ്സ് കിട്ടിയിരിക്കുന്നതും ഏതെങ്കിലും ഒരു ലക്ഷദ്വീപുകാരൻ്റെ കയ്യിലാണോ, അതോ ലക്ഷദ്വീപുകാരനെ ആരെങ്കിലും ഒരാളെ ഇവരാരെങ്കിലും ഒരു ചോദ്യം ചെയ്യപ്പെടുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ലക്ഷദ്വീപിലുള്ള ഒരാളെപ്പോലും ഇവർ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ഇതിൻ്റെ പേരിൽ. അവർക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ട് അത് ശ്രീലങ്കക്കാരാണെന്നും ശ്രീലങ്കക്കാരെയാണ് പിടിച്ചതെന്നും. ഇതിന്റെ പേരിൽ ഒരു ലക്ഷദ്വീപുകാരനെ പോലും അറസ്റ്റ് ചെയ്യുകയോ അവരോടൊരു ചോദ്യം ചോദിക്കുകയോ പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് സർ ഇതൊക്കെ ലക്ഷദ്വീപുകാരുടെ കുറ്റമായി മാറുന്നത്? ഇതൊക്കെ ലക്ഷദ്വീപിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന? ശ്രീ ഹംദുല്ല സയ്യിദ്, അങ്ങനെ ഒരു ആരോപണം കളക്ടർ ഉന്നയിക്കുമ്പോൾ അതിന്റെ പരിസരത്ത് നിന്ന് എന്നാണ് പറയുന്നത്. ലക്ഷദ്വീപിന്റെ പരിസരത്ത് നിന്ന് ലക്ഷദ്വീപിന്റെ യുവത്വത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ പറയുന്ന ഹെറോയിൻ ആയിക്കൊള്ളട്ടെ, മാരിജുവാന ആയിക്കൊള്ളട്ടെ, AK-47 എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്നതാണ്. ജില്ലാ കളക്ടർ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ജനപ്രതിനിധികൾക്ക്, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എങ്ങനെയാണത് നോക്കി നിൽക്കാനാവുക? ഒരു വിഷയം, ലക്ഷദ്വീപ് ഈ പറയപ്പെട്ട ദ്വീപ് സമൂഹത്തിൽ ഇങ്ങനെ ഒരു AK-47 അല്ല ഹെറോയിനോ അല്ലെങ്കിൽ ഡ്രഗ് ട്രാഫിക്കിങ്ങോ അല്ലെങ്കിൽ മറ്റേ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ മറ്റേ അസോൾട്ട് വെപ്പൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതോ ഹാർബർ ചെയ്തതെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിനെ കോസ്റ്റ് ലൈനിൽ 12 നോട്ടിക്കൽ മൈൽ വരെ മാത്രമാണ് ലക്ഷദ്വീപ് പോലീസിന് ആ പരിധിയിനകത്ത് വച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരമുള്ളത്. അത് നിയമത്തിന്റെ ഒരു പരിമിതിയാണ്. 12 നോട്ടിക്കൽ മൈൽസ് ഫ്രം ദ കോസ്റ്റ് ലൈൻ.
അതിന്റെ പുറത്താണെങ്കിൽ കോസ്റ്റ് ഗാർഡും നേവിയുമാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഈ കപ്പലോ ഈ മറ്റേ ശ്രീലങ്കക്കാരെ പിടിച്ചത് ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ്. ഇന്റർനാഷണൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഈ ഇന്ത്യൻ ഓഷൻ ഉള്ളത് കൊണ്ട് അത് ഇന്റർനാഷണൽ റൂട്ടാണ്. പല ഇന്റർനാഷണൽ കപ്പലുകളും അവിടുന്ന് പോകുന്നതാണ്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കള്ളക്കടത്ത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ലക്ഷദ്വീപ് അവിടെ അറേബ്യൻ സീൽ ഉള്ളത് കൊണ്ട് ലക്ഷദ്വീപ് തെറ്റായി പോകും. എന്ത് ന്യായം? അറബിക്കടലിൽ എന്ത് ചെയ്താലും അത് ലക്ഷദ്വീപിന്റെ തലയിലേക്ക് വീഴുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ, അല്ലെങ്കിൽ ലക്ഷദ്വീപിന്റെ തലയിൽ വീഴണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം കേന്ദ്ര സർക്കാരിനെയും അഡ്മിനിസ്ട്രേറ്ററെയും സംബന്ധിച്ചിടത്തോളം. നോക്കൂ, 3 പ്രധാനപ്പെട്ട പോയിന്റാണ് ജില്ലാ കലക്ടർ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഡ്രഗ് ട്രാഫിക് ഇൻ ആൻഡ് അറൗണ്ട് അറബിക്കടൽ എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് കോസ്റ്റ് ഗാർഡ് കോൺഫിസ്കേറ്റ് ചെയ്തത് മിനിക്കോയിയുടെ ദ്വീപിൻ്റെ ഏതാണ്ട് അടുത്ത് വെച്ച് 500 കിലോഗ്രാം വരുന്ന ഹെറോയിൻ, അതിന് 3000 കോടി രൂപയുടെ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോളൂ, നിങ്ങളുടെ ഐലൻഡിൽ നടക്കുന്ന പോസ്കോ കേസുകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആവശ്യമാണ് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ വെറുതെ വിട്ട് മുന്നോട്ട് പോകാനാകില്ല. അപ്പൊ ഈ പോസ്കോ കേസ് ഉള്ളത് കൊണ്ട് പോസ്കോ കേസിൽ അതിനുള്ള വകുപ്പുണ്ടല്ലോ. ആരെങ്കിലും അങ്ങനത്തെ ഒരു ക്രൈം, ചൈൽഡ് സെക്സ്വൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അതിനെ അനുബന്ധിച്ചിട്ടുള്ള മറ്റേ സെക്ഷൻസ് ഈ പോക്സോ കേസിലുണ്ടല്ലോ. പോക്സോ കേസ് എന്ന് പറയുന്നത് തന്നെ ചൈൽഡ് സെക്സ്വൽ അബ്യൂസിനെതിരായിട്ടുള്ള മറ്റേ നിയമങ്ങൾ, ഈ ഒഫൻസസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ളതാണല്ലോ. അതിനെ ഗുണ്ടാക്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ആ ഗുണ്ടാക്ടിൽ തന്നെ പലതും പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ഇന്ത്യൻ പീനൽ കോഡും ഫയർ ആംസ് ആക്ടിലും എല്ലാം ഉള്ള വകുപ്പുകളൊക്കെ ഈ പറയപ്പെട്ട ഗുണ്ടാക്ട് പറഞ്ഞിട്ടുണ്ട്. ക്രൈം റേറ്റ് കുറവുള്ള സ്ഥലത്തിൽ എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട ഗുണ്ടാക്ട് കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? ഞാൻ പറയാം എന്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് ഈ പറയപ്പെട്ട SOP കൊണ്ടുവന്ന സമയത്ത് അതിനെ ശക്തമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരും എല്ലാവരും ഒന്നടങ്ങെ പോയി ഇവിടെ SOP നടപ്പിലാക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അഡ്മിനിസ്ട്രേറ്റർ കേട്ടിട്ടില്ല. അങ്ങനെയല്ല ജില്ലാ കളക്ടർ നൽകുന്ന ചിത്രം. ജില്ലാ കളക്ടർ പറയുന്നത് SOP മാറ്റേണ്ടത് ഈ മത്സ്യബന്ധന തൊഴിലാളികളുടെ ആവശ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മാറ്റിയത്. അത് കേരള ഹൈക്കോടതിയിൽ ഒരു അപ്പീലായി പോയപ്പോൾ കേരള ഹൈക്കോടതി അത് പരിഗണിക്കുക പോലും ചെയ്തില്ല എന്ന നിലയിലാണ് ജില്ലാ കളക്ടർ അതിനെ അവതരിപ്പിച്ചത്. ഞാൻ മടങ്ങിയെത്താം. എളമരം കരീം MP, ഒരു മിനിറ്റ് സാർ, ഞാൻ മടങ്ങിയെത്താം. എളമരം കരീം MP, ഈ മിഡ് ഡേ മീലിൽ വിചിത്രമായ ഒരു വാദമാണ്. മിഡ് ഡേ മീലിൽ മത്സ്യവും മുട്ടയും കൊടുക്കുന്നുണ്ട്. അതായത് നോൺ വെജ് ഒഴിവാക്കി എന്നുള്ള ആക്ഷേപം തെറ്റിദ്ധാരണാജനകമാണ്. നോൺ വെജ് ഒഴിവാക്കിയിട്ടില്ല, മത്സ്യവും മുട്ടയും നൽകുന്നു എന്നുള്ളതാണ്. അത് അവൈലബിലിറ്റിയുടെ പ്രശ്നമാണ്. മൺസൂൺ ആകുമ്പോൾ നിങ്ങൾക്ക് കോഴിയിറച്ചിയോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ കൊണ്ടുവരുന്നതിന്, പ്രത്യേകിച്ച് മെയിൻലാൻഡിൽ നിന്നാണല്ലോ അത് കൊണ്ടുവരേണ്ടത്, അങ്ങനെ കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതല്ലാതെ നോൺ വെജ് ഒഴിവാക്കി എന്നുള്ളത് തൽപര കക്ഷികളുടെ പ്രചരണം മാത്രമാണ്. എളമരം കരീം, കലക്ടറുടെ വാർത്താ സമ്മേളനം ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നത് കേട്ടു. വളരെ ബാലിശമായ വാദമാണ് അവർ ഉയർത്തുന്നത്. ലക്ഷദ്വീപ് പ്രശ്നം ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷാ പ്രശ്നമൊന്നുമല്ല. ഇത് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ലംഘനമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്, പരിസ്ഥിതി ആഘാതം സൃഷ്ടിക്കുന്ന നയങ്ങളാണ്. ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ പോലും തയ്യാറല്ല. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് സമിതികളുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ജനതെരഞ്ഞെടുപ്പുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ് യഥാർത്ഥ പ്രശ്നത്തെ സ്കൂളുകളിൽ ഉച്ചക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ എന്ന് തീരുമാനിച്ചത് ലഭ്യത കുറവുകൊണ്ടാണ് എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എത്ര വർഷങ്ങളായി അവിടെ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. മാംസം കിട്ടുന്നില്ലെങ്കിൽ അത് കൊടുക്കാതിരുന്നാൽ പോരെ. അത് സാങ്കേതികമായ ചില പരിമിതികൾ ഉണ്ട് എളമരം കരീം. അത് പരിഹരിച്ച് ഞാൻ താങ്കളിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിയെത്താം. ഇവിടെ പ്രധാനമായും പരിശോധിക്കേണ്ട ഒരു കാര്യം ആയിഷ സുൽത്താന, വലിയ നിലയിലുള്ള ടൂറിസം വികസനത്തിനുള്ള ശ്രമമാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ ഒരു 20 വർഷക്കാലത്തേക്ക്
എങ്ങനെ ഇരിക്കണം ദ്വീപ് എന്നത് സംബന്ധിച്ച് അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു സമീപനമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ മാറ്റുന്നത്, അതുപോലെ തന്നെ ഗുണ്ട ആക്ട് നടപ്പാക്കുന്നത് ഒക്കെ തന്നെയും. അപ്പോൾ നിങ്ങളുടെ നാട്, അത് മാത്രമല്ല ആരോഗ്യ വിദ്യാഭ്യാസ രംഗം അടക്കമുള്ള രംഗങ്ങളിലാണ്, വെറും ടൂറിസം മാത്രമല്ല. അപ്പോൾ നിങ്ങളുടെ നാട് വളർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രഫുൽ പട്ടേൽ. അത് ഞങ്ങളെ ലക്ഷദ്വീപിൻ്റെ വികസനമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അതായത് സ്വന്തമായിട്ട് ലാൻഡ് ഓണേഴ്സ്, ഇവരുടെ പ്രൊജക്റ്റുകൾ 100-ൽ പരം മേലെ പ്രൊജക്റ്റുകൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ടൂറിസം സംബന്ധിച്ച് തന്നെ വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റുകൾ. ഇതിലേതെങ്കിലും ഒന്നിന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ടോ? ഇതിൽ ഒരു കാര്യത്തിന് പോലും, ഒരൊറ്റ പ്രൊജക്റ്റിന് പോലും അപ്രൂവൽ കൊടുത്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാണ് ലക്ഷദ്വീപിൻ്റെ ടൂറിസം വികസിപ്പിക്കാൻ? എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ലക്ഷദ്വീപിലെ ചെറുപ്പക്കാർക്ക് കേപ്പബിലിറ്റി ഇല്ല എന്നാണ് കലക്ടർ പറഞ്ഞിട്ട് പോയത്. പക്ഷെ ഗുജറാത്തിലും ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാർക്കാണോ ഈ കേപ്പബിലിറ്റി ഉള്ളത്? ലക്ഷദ്വീപിലെ ആളുകൾക്ക് പ്രാപ്തിയില്ലേ? അവരേറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണല്ലോ. എത്ര പ്രൊജക്ടുകൾ, ലക്ഷദ്വീപിലെ ആളുകൾക്ക് കേപ്പബിലിറ്റി ഇല്ല എന്നല്ല പറയുന്നത്. ലക്ഷദ്വീപിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇത്രയധികം പണം മുടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പുറത്തുനിന്ന് ആളുകൾ വന്ന് കഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. അത് അവരെ പോലെ ഗുജറാത്തിൽ നിന്നും അവിടെ നിന്നും ആളുകൾ വന്ന് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഒരു അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് രാജ്യമാണ്, യൂണിയൻ ടെറിട്ടറിയാണ് നിങ്ങൾ. അതെ, അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ മെക്കിട്ട് എല്ലാവരും കൂടെ കയറുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ്, വേറൊരു കാര്യം, ഇപ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക്, അതായത് ലക്ഷദ്വീപിലെ ചെറുപ്പക്കാർക്ക് എന്തായാലും ടൂറിസം വികസനത്തിനോ അവരുടേതായിട്ടുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടോ എന്തായാലും ഒരു ഒറ്റ ചെറിയ പെർമിഷൻ പോലും കൊടുക്കാത്ത ഇവർ ഗുജറാത്തിൽ നിന്നും മറ്റ് സംസ്ഥാനത്തു നിന്നും വരുന്ന ഇന്ന് വന്ന ആളുകൾക്കാണ് പെർമിഷൻ കൊടുത്തിട്ട് നാട് വിൽക്കാനുള്ള ഉദ്ദേശമാണെന്ന് ഇതിന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി കൂടാതെ പറഞ്ഞല്ലോ മത്സ്യാഹാരവും പിന്നെ മുട്ടയും. ഇത് പറയുന്നതിന്റെ റീസൺ ഇവർ പറഞ്ഞത് ഈ വൻകരയിൽ നിന്ന് അങ്ങോട്ടേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് മാറ്റിയെന്നാണ്. കോഴിക്ക് വരാൻ കഴിയില്ല, മുട്ടയ്ക്ക് വരാം. അതാണ് എൻ്റെ ചോദ്യം. അതായത് മുട്ട എങ്ങനെ അവിടെ എത്തും? ഇത്ര അധികം മുട്ട വിരിയുന്ന കോഴികളൊന്നും അവിടെ ഇല്ല. കോഴികൾ വളരെ കുറവാണ് സർ അവിടെ. അപ്പോ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് മുട്ട മാത്രം അവിടെ എത്തുന്നത്? ഈ പറയപ്പെടുന്ന ട്യൂണയുടെ, അതായത് അവൈലബിലിറ്റി കൂടുതലാണ് ട്യൂണ എന്നാണ് പറയണത്. ഇതിന് കാലങ്ങൾക്ക് മുമ്പും അവൈലബിലിറ്റി കൂടുതലായിരുന്നു ട്യൂണ. അന്നൊന്നും 92% പിടിക്കുന്ന മത്സ്യങ്ങളിൽ 92% ട്യൂണയാണ്. ആ ട്യൂണ സംസ്കരിച്ച് അതിന്റെ കയറ്റുമതി, അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവിടെ ഐസ് പ്ലാന്റുകൾ വരാൻ പോവുകയാണ് നിരനിരയായിട്ട്. ആരുടെയെങ്കിലും വീടിന്റെ ഫ്രണ്ടിലാണോ ഇത് വരുന്നത്? ഇവര് അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ലക്ഷദ്വീപിന്റെ മയക്കുമരുന്നിനെ പറ്റിയും അവിടെ മയക്കുമരുന്ന് ബിസിനസ് നടത്തുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് ആരെങ്കിലും വിറ്റതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? മയക്കുമരുന്ന് ലക്ഷദ്വീപിൽ ഉണ്ടെന്നാണ് വരുത്തി തീർക്കുന്നത്. ആരുടെയെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് കലക്ടർ വ്യക്തമായി പറയുന്നത്, നിങ്ങളെ ആരെങ്കിലും വെറുതെ പിടിച്ച് 1 വർഷം ജയിലിൽ ഇടാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഒരു 20 വർഷക്കാലത്തെ വികസനമാണ് നരേന്ദ്രമോദിയുടെ മനസ്സിലുള്ളത്. അത് നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഇന്നുള്ള പീസ്ഫുള്ളായ സമാധാനപരമായ ഇന്നുള്ള ലക്ഷദ്വീപ് ആയിരിക്കില്ല ഒരുപക്ഷെ നാളെ ഉണ്ടാവുക. അതിനാവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഇപ്പോഴേ അങ്ങ് നടത്തി വെക്കുകയാണ്. സർ, ഇത് സിമ്പിളാണ്. 20 വർഷം എന്ന് പറയുമ്പോൾ വേറെ ആരുടെയെങ്കിലും കയ്യിലായിരിക്കും ലക്ഷദ്വീപ്. ഇതാണ് ഇതിനുള്ള ആൻസർ. മാലദ്വീപിലെ വികസനങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ ഞങ്ങൾക്ക് വികസനം വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ സർ. ഞങ്ങൾ വികസനത്തിന് ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്. എല്ലാവരും, ദ്വീപിലെ എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്. ഈ ബഹുമാനപ്പെട്ട നമ്മളെ കളക്ടർ പറഞ്ഞിട്ട് പോയല്ലോ, വിമാനത്താവളത്തിന്റെ കാര്യം, എയർപോർട്ട് വികസനം എന്ന് പറഞ്ഞിട്ട് 5 വർഷം മുമ്പേ ഓൾറെഡി അത് അപ്രൂവൽ ചെയ്തതാണ്. അത് ഈ അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ട് ചെയ്തതല്ല. ഞാൻ പറയുന്ന കാര്യം കറക്റ്റ് ആണോ എന്നുള്ളത് ഞങ്ങളുടെ മുൻ MP ഇരിക്കുന്നുണ്ടല്ലോ, മുൻ MP പറയട്ടെ. ശരിയാണ്. ശ്രീമതി TK ആറ്റബി, നോക്കൂ, ഈ IT ടെലികമ്മ്യൂണിക്കേഷൻസിൽ കലക്ടർ പറയുന്ന കൂട്ടത്തിൽ പറയായിരുന്നു 73 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്
എന്നിട്ട് പോലും നെറ്റ് ഒരു വലിയ പ്രശ്നമാണെന്ന്. 73 വർഷം മുമ്പ് എന്തായാലും നെറ്റ് ഉണ്ടായിരുന്നില്ല. നെറ്റ് ഉണ്ടായത് ഈ സമീപ കാലഘട്ടത്തിലാണ്. പക്ഷെ അവിടെ കണക്ടിവിറ്റി ഫലപ്രദമല്ല എന്നുള്ളത് കൊണ്ട് ഒരു കടലിനടിയിലൂടെയുള്ള ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിള് വെക്കാൻ പോകുന്നു. പിന്നെ അറിയാലോ, പത്രസമ്മേളനം എല്ലാവരും കണ്ടതാണ്, ഞാനിങ്ങനെ ആവർത്തിച്ച് പറയേണ്ടതില്ല. അപ്പോൾ വികസനത്തിൻ്റെ ഒരു സ്വർഗമായി മാറാൻ പോവുകയാണ് ലക്ഷദ്വീപ്. അതിന് വിരോധമുള്ളത് ലക്ഷദ്വീപുകാർക്ക് മാത്രവും. ഇതെങ്ങനെയാണ് ചേർന്നു പോകുന്നത്? വികസനത്തിന് വിരോധമുണ്ടെന്ന് ഇവിടെ ഇത്രയും നാളായിട്ട് ഇത്രയും ചാനൽ ചർച്ചകൾ നടന്നിട്ടും ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. വികസനം എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ആ വികസനം നടപ്പാക്കുമ്പോൾ അവിടെയുള്ള ലോക്കൽ ബോഡിയുമായിട്ട്, അവിടെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട് കൂടിയാലോചിക്കേണ്ട ഒരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ. ഏത് ഗവൺമെന്റ് ആയാലും യൂണിയൻ ടെറിട്ടറി ആണ് സമ്മതിക്കുന്നു. അത് ചെയ്തിട്ടുണ്ടോ? ഓരോ റെഗുലേഷനുകൾ ബഹുമാനപ്പെട്ട കളക്ടർ എന്ന് പറഞ്ഞു, എല്ലാ റെഗുലേഷനുകൾക്കും പൊതുജനങ്ങൾക്ക് ഒപ്പീനിയൻ പറയാനുള്ള അവസരം നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ അവസരം നൽകിയത് അദ്ദേഹം പറഞ്ഞു ആദ്യം വന്ന ഇത് ജനുവരി തൊട്ടാണ് റെഗുലേഷൻ ഇറങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഫെബ്രുവരി 4-ാം തീയതി അവിടെ ഫസ്റ്റ് കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ ഇത്രയും കോവിഡ് കേസ് വന്നിട്ടും ലക്ഷദ്വീപില് കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 4-ാം തീയതിയാണ്. അന്ന് തൊട്ട് ജനങ്ങൾ ആശങ്കയിൽ നിൽക്കുന്ന ഈ ജനങ്ങൾ 180 പേജും 183 പേജും ഈ 100-ൽ മേലെ പേജുകളുള്ള റെഗുലേഷനുകൾ തലനാരിയുടെ കീഴിൽ പരിശോധിച്ച് എങ്ങനെയാണ് ഒരു ഒപ്പീനിയൻ എഴുതുന്നത്? അതിനുള്ള സമയം തന്നു എന്ന് വെച്ചാൽ അങ്ങനെ വേഗമായിട്ട് പറഞ്ഞിട്ട് പോകും. പക്ഷെ എങ്ങനെയാണ് ഈ ജനങ്ങൾ അതിന് ഏത് മാനസികാവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് അവർ ഇതിന് ഒപ്പീനിയൻ എഴുതേണ്ടത്? പിന്നെ അദ്ദേഹം ഈ ലക്ഷദ്വീപ് 3000 കോടിയുടെ ആംസിന്റെയും ഡ്രഗ്സിന്റെയും കാര്യം പറഞ്ഞു. അത് ഏത് സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏത് വാട്ടറിലാണ് അത് പിടിച്ചത്, എത്ര കിലോമീറ്റേഴ്സ് ദൂരത്തിൽ നിന്നാണ് അത് പിടിച്ചത്, ലക്ഷദ്വീപുകാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതൊന്നും അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറയാതെയാണ് പ്രസ് മീറ്റിംഗ് തീർത്തു പോയത്. അടുത്ത് വെച്ച് എന്നാണ് പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം മിനിക്കോയിന്ന് 90 നോട്ടിക്കൽ മൈൽ അകലെ 166 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഈ ബോട്ട് പിടിക്കുന്നത്. അതെങ്ങനെയാ ലക്ഷദ്വീപിന്റെ ടെറിട്ടോറിയൽ ബോട്ട്? ശരിയാക്കാനുള്ളതുകൊണ്ട് ലക്ഷദ്വീപിന്റെ തലയിൽ ഇരിക്കട്ടെ. കേട്ടില്ല. ഇപ്പൊ തൽക്കാലം ലക്ഷദ്വീപിനാണ് ആവശ്യം. അതുകൊണ്ട് തൽക്കാലം ലക്ഷദ്വീപിന്റെ അടുത്തിരിക്കട്ടെ. കുറച്ച് കേരളമാണെങ്കിൽ കേരളത്തിന്റെ തലയിൽ ഇരുന്നോളൂ. ഡ്രഗ്സ് കൂടി വരുന്നു, ക്രൈംസ് കൂടി വരുന്നു. ഈ ഡ്രഗ്സ് അബ്യൂസിനല്ലേ NDPS ആക്ട് ഉള്ളത്. 1985 വന്ന NDPS ആക്ട് ഡ്രഗ്സ് അബ്യൂസിന് വേണ്ടിയിട്ടുള്ളതല്ലേ. ഇനി ബൂട്ട് ലെഗേഴ്സിനാണെങ്കിൽ അവിടെ ലക്ഷദ്വീപ് പ്രൊഹിബിഷൻ റെഗുലേഷൻ നിലവിലില്ലേ? കള്ളുകുടിക്ക് അതിൻ്റെതായിട്ടുള്ള ഈ ലക്ഷദ്വീപ് പ്രൊഹിബിഷൻ റെഗുലേഷനിൽ കള്ളുകുടിക്കുന്നത് അതിനുമായിട്ട് ബന്ധപ്പെട്ട കൈവശം വയ്ക്കുന്ന വിൽപ്പന നടത്തുന്നവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷ അതിൽ പറഞ്ഞിട്ടില്ലേ? ഈ പാരന്റൽ ആക്ട് എല്ലാം മറികടന്നുകൊണ്ട് അതിലൊന്നും പറയാത്തത്രയും കൂടുതൽ ഒരു ശിക്ഷാ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ശ്രമിക്കുന്നത് ഈ പാസ്സായ ആക്ടിൽ കൂടി? അതാണ് ചോദിക്കുന്നത്. ഇനി ഒരു ഉദാഹരണം പറയാം. ഈ സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഈ പ്രതിഷേധം നടക്കുന്ന സമയത്താണ് ഈ ഗുണ്ട ആക്ട് അവിടെ നിലവിലുണ്ടായിരുന്നതെങ്കിൽ ഈ ഫേസ്ബുക്കിൽ സേവ് ലക്ഷദ്വീപ് എഴുതുന്നവരെയും എന്നെ പോലെ ചാനൽ ചർച്ചയിൽ വരുന്നവരെ ഉൾപ്പെടെ ഒരു ന്യായീകരണവും ഇല്ലാതെ പിടിച്ച് 6 മാസം പ്രിവെന്റീവ് ഡിറ്റൻഷൻ വയ്ക്കാം. ഒരു വക്കീലിന്റെ സഹായം പോലും ഞങ്ങൾക്ക് തേടാൻ പറ്റില്ല. ഇനി ആ 6 മാസം എന്നുള്ള അതോറിറ്റിക്ക് വേണമെങ്കിൽ 1 വർഷം വരെയൊക്കെ ആക്കാം. അപ്പൊ അത് നിലവിൽ വന്നില്ല, ഡ്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമാണോ? അദ്ദേഹം പറഞ്ഞ് 20 വർഷത്തെ വിഭാവനം ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്കുള്ള 20 വർഷം കഴിഞ്ഞ് വരുന്ന ഗുണ്ടകൾക്കും അതിനുള്ള സ്വപ്നങ്ങൾക്കും ഇടയിൽ ഈ പാസ്സായ ആക്ടിന് എന്താണ് പ്രസക്തി? അതാണ് എന്റെ ചോദ്യം. പക്ഷേ അബ്ദുള്ള സയ്യിദ്, ഈ ലിക്കറാണല്ലോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. ലിക്കറിന്റെ കാര്യത്തിൽ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകും. ടൂറിസം പരിഗണിച്ചുകൊണ്ടാണ് ലിക്കർ പെർമിഷൻ നൽകിയത്. സെലക്ടഡ് ടൂറിസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് മാത്രം, ടൂറിസ്റ്റുകൾക്ക് മാത്രം, ഐലൻഡേഴ്സിന് കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് പെർമിറ്റ് ഹോൾഡേഴ്സിന് മാത്രമേ കൊടുക്കുള്ളൂ എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെ ബഹുമാനപ്പെട്ട ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ പണ്ട് ഗുജറാത്തിലെ ആഭ്യന്തര മന്ത്രിയായ നിലവിൽ ദമൻദ്വീപ് ദാദർ നഗർ ഹവേലിയിലെ അഡ്മിനിസ്ട്രേറ്റർ കൂടാണ്. ഗുജറാത്തിൽ ബൂട്ട് ലെഗിംഗ് പാടില്ല. അവിടെ ഡ്രൈ സ്റ്റേറ്റ് ആണ്. അവിടെ മദ്യം അനുവദനീയമില്ല. അവിടെ സ്വന്തം നാട്ടിൽ സ്വന്തം ആൾക്കാർക്ക് കൊടുക്കുന്നില്ല. നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മളെ നാട്ടിലെ ടൂറിസം വളർത്താൻ വേണ്ടി, വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവിടെ ലിക്കർ ആൾ താമസമുള്ള ദ്വീപിൽ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? പണ്ട് മുതലേ കോൺഗ്രസ് സർക്കാരുള്ള കാലഘട്ടത്തിലാണ് ഈ ലിക്കർ പോളിസി കൊണ്ടുവന്നത്. ആൾ താമസമില്ലാത്ത ദ്വീപിൽ വരുന്ന ടൂറിസ്റ്റുകാർക്ക് കൊടുക്കാൻ വേണ്ടി.
ടൂറിസ്റ്റുകാർ വരുമ്പോൾ അവർക്കൊരു പ്രൈവസി വേണം. അവർക്ക് മറ്റേ നിക്കർ കൊടുക്കുക, അല്ലെ സ്കൂബ ശ്രീ ഡൈവിംഗ് അബ്ദുള്ള സയ്യിദ്, ഗുജറാത്തിലെ ബാൻ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെ മദ്യം ഒഴുകുന്നുണ്ട്, വ്യാജ മദ്യം ഒഴുകുന്നുണ്ട്. 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഉള്ള ദ്വീപിൽ, ആൾ താമസമുള്ള ഈ ദ്വീപിൽ ഈ പറയപ്പെട്ട ടൂറിസ്റ്റുകാർക്ക് മദ്യം കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റുകാർ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോക്കൽസ് ആയിട്ട്, ഈ ലോക്കൽസ് മോളിലെ കോണ്ടാക്ട് അടിക്കാൻ പോകുന്നത് പാസ. അപ്പൊ അവിടെ വെച്ചിട്ട് ടൂറിസ്റ്റ് മോളിൽ കോണ്ടാക്ടോ അല്ല പാസ ഇമ്പോസ് ചെയ്യാൻ പറ്റുമോ, ഇൻവോക്ക് ചെയ്യാൻ പറ്റുമോ? അത് ബാധിക്കാൻ പോകുന്നത് ലോക്കൽസിനെയാണ്. അവിടെ കൾച്ചറൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ആൾ താമസമില്ലാത്ത ദ്വീപിൽ നിങ്ങളിപ്പോ അവിടെ പോയി ഇതാക്ക് വിഷയമില്ല. കാരണം ഏരിയ കുറവാണ്. ഇത് മാൽദീവ്സിൽ അവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാൽദീവ്സിൽ 500ഓളം ദ്വീപ് സമൂഹമുണ്ട്. അവിടെ 2000+ ഐലൻഡ്സ് ആർ ദേർ. ഇവിടെ മാൽദീവ്സിൽ 2000 ദ്വീപ് സമൂഹമുള്ള മാൽദീവ്സ് 36 ദ്വീപുള്ള ലക്ഷദ്വീപ് പോലെ ആവോ? മാൽദീവിനെ ലക്ഷദ്വീപിനായിട്ട് എങ്ങനെയാ താരതമ്യം ചെയ്യുന്നത്? ശരി, ശ്രീ എളമരം കരീം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, ആ ജനതയുടെ ആഗ്രഹമില്ലാതെ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായി മദ്യം എത്തിക്കുന്നു, അതും മുൻ ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള ഒരാളാണ് അത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ഗുജറാത്തിൽ പോലും ഇപ്പോഴും മദ്യനിരോധനം ഉണ്ടെന്നാണ് വെയ്പ്പ്. അല്ല നികേഷേ, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഒരു പ്രദേശത്തിന്റെ വികസനത്തെ ഏത് തരത്തിലാണ് നമ്മൾ വളച്ചൊടിക്കുന്നത് എന്ന് ഈ ചർച്ച തന്നെ വളരെ കൃത്യമാണ്. നമുക്കറിയാമല്ലോ, അവിടുത്തെ ഇത്തരം കാര്യങ്ങൾ ആധികാരികമായി മനസ്സിലാക്കിയ അവിടുത്തെ ജില്ലാ കലക്ടർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതിലെ ഒരു അംശം മാത്രമാണ് നമ്മൾ കണ്ടത്. 73 വർഷം കഴിഞ്ഞു നികേഷേ ആ ഒരു ദ്വീപ് ഉണ്ടായിട്ട്. നമുക്കറിയാം അവിടെ കൃഷിയില്ല, അവിടെ നാളികേരം മാത്രമാണ് ഉള്ളത്. നാളികേരം മാത്രം. ഒരു മിനിറ്റ്, നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാം, എനിക്ക് എന്റെ സമയം ഞാൻ കേൾക്കാം മാഡം, ഞാൻ കേൾക്കാം. അവിടെ മത്സ്യബന്ധനമാണ് മറ്റൊന്ന്. ഒരുപക്ഷെ ലോകോത്തര നിലവാരമുള്ള ടൂറിസ്റ്റുകളെ ആശ്രയിക്കാവുന്ന സ്വീകരിക്കാവുന്ന ഒരു പ്രദേശമാണ് അവിടെ. അവിടത്തെ ഉള്ള ഇത് കേവലം ഒരു മദ്യം വിളമ്പലോ ഒരു ഗുണ്ട ആക്ടോ മാത്രമാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ജിതേൻ ചൂണ്ടിക്കാണിച്ചു നേരത്തെ, IT ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വളരെ ദുർബലമാണ് അവിടെ. 1072 കോടി രൂപ മുടക്കിയിട്ട് സബ്മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് 2023-24 പൂർത്തിയാകുമ്പോൾ ആ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും അല്പം പുറകോട്ടു പോയി എന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന ദ്വീപിലെ യുവാക്കൾക്ക് ഈ എഡ്യൂക്കേഷനിലും ഓൺലൈൻ എഡ്യൂക്കേഷനിലും മെഡിസിനിലും വിവിധ സാങ്കേതിക വിദ്യയിലും ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ആ യുവാക്കളെ ആഗോള വെല്ലുവിളി നേരിടാൻ പര്യാപ്തമാക്കുന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ് ഈ സർക്കാർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കണം, വിദ്യാഭ്യാസം മെച്ചപ്പെടണം, ഇതിനൊക്കെ ഉപയോഗിക്കാനുള്ള വിഭവം അവിടെ ഉണ്ടാകണം. അവിടെ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ടൂറിസമാണ്. ആ ടൂറിസത്തിന് മാഡം മനസ്സിലാക്കിയോന്ന് എനിക്കറിയില്ല. എക്കോ ഫ്രണ്ട്ലി ടൂറിസം വാട്ടർ വില്ല പ്രോജക്ടിന്റെ ഉദ്ഘാടനം മാഡം ഈ ഓഗസ്റ്റ് 20 നീതി ആയോഗുമായി കൂടിച്ചേർന്നുകൊണ്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കാൻ പോവുകയാണ്. ആ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. നമുക്കറിയാം, വളരെ തന്ത്രപ്രധാനമായി നിൽക്കുന്ന ഒരു മേഖലയാണ് ലക്ഷദ്വീപ്. അതിന് ജോഗ്രഫിക്കൽ പ്രത്യേകതയുണ്ട്, സെക്യൂരിറ്റി പരമായ പ്രത്യേകതയുണ്ട്, ടൂറിസ്റ്റ് പരമായിട്ട് പ്രത്യേകതകളുണ്ട്. ആ പ്രദേശത്തെ യുവാക്കളെയും തൊഴിലാളികളെയും സ്ത്രീകളെയും ഒക്കെ ഏറ്റവും മികച്ച ഒരു പൗരമാക്കി വളർത്തിയെടുക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടല്ലേ. ഏതാണ്ട് നമുക്കറിയാം 10 ദ്വീപിൽ മാത്രമാണ് അവിടെ ജനസവാസമുള്ളത്. മറ്റ് 10-17ഓളം ദ്വീപുകളിൽ ജനവാസമില്ല. അത്തരം മേഖലകളിൽ ആരും ഇവിടെ ഒരുപക്ഷെ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ലക്ഷദ്വീപുകാർക്ക് എന്ത് തോന്നുന്നു എനിക്കറിയില്ല. കേന്ദ്ര ഗവൺമെന്റോ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററോ കലക്ടറോ ആ ലക്ഷദ്വീപിലെ സാധാരണ നിവാസികളെ കുറ്റപ്പെടുത്തുന്നില്ല. അവരാരും മയക്കുമരുന്ന് അടിമകളാണെന്നോ അവരാരും തീവ്രവാദികളാണോ എന്ന ആക്ഷേപം നമുക്കില്ല. പകരമുള്ളത് എന്താണ്? ആ മേഖലയിലെ ജനവാസ യോഗ്യമില്ലാത്ത ദ്വീപുകൾ, അവിടെ ഇന്റർനാഷണൽ കപ്പൽ പാചകതയ്ക്കുള്ള സാമീപ്യം, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ചില ആളുകളുടെ സങ്കേതമാക്കിയിട്ട് ദയവായി തുടരുക. വളരെ ഗൗരവമായ ഒരു ചർച്ച തന്നെയാണിത്. നമുക്ക് ആ നിലയിൽ തന്നെ ഇതിനെ കൊണ്ടുപോകാം. ദയവായി തുടരുക. ശ്രീ എളമരം കരീം, 73 വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഐലൻഡേഴ്സ് തന്നെ എപ്പോഴും പറയാറുള്ളത്, സ്വാതന്ത്ര്യം കിട്ടി എന്ന വാർത്ത പോലും യഥാർത്ഥത്തിൽ ലക്ഷദ്വീപ് അറിഞ്ഞത് കേരളത്തിൽ നിന്ന് ആ വാർത്ത അവിടെ എത്താൻ 3 മാസമോ 4 മാസമോ കഴിഞ്ഞിട്ടാണെന്നുള്ളതാണ്. ഇന്നും ഒരു കൃത്യമായ പദ്ധതി ലക്ഷദ്വീപിൻ്റെ വികസനത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. അതാണിപ്പോൾ നരേന്ദ്രമോദി നൽകുന്നത്. ഒന്ന്,
അപ്പോൾ ടൂറിസം മേഖലയിൽ അടക്കം ആ പദ്ധതി വിപുലമായ തോതിൽ നടപ്പാക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഏൽപ്പിച്ചിരിക്കുന്നത് തൻ്റെ പഴയ ആഭ്യന്തര സഹമന്ത്രിയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മാൽദ്വീപ് പഴയ മാൽദ്വീപ് അല്ല. മാൽദ്വീപ് ഇന്ന് ചൈനയുടെ ഒരു സാമന്ത രാജ്യം പോലെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ചൈന യഥാർത്ഥത്തിൽ മാൽദ്വീപ് വരെ എത്തിയിരിക്കുന്നു, അറബിക്കടലിൽ മാൽദ്വീപ് വരെ എത്തിയിരിക്കുന്നു, അപ്പുറത്ത് ശ്രീലങ്കയുമുണ്ട്. അപ്പോഴാണ് നമുക്ക് ലക്ഷദ്വീപിനെ കുറെ കൂടി മെച്ചപ്പെട്ട സുരക്ഷിതത്വമുള്ള ഇടമായി മാറ്റുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് എന്നാണ് കലക്ടർ പറയുന്നത്. ശ്രീ ഇളമരം കരീം, കേൾക്കാമോ? കേൾക്കാം സാർ. ഈ ഡെവലപ്മെന്റ് എന്ന വാദത്തിന്റെ മറവിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. നമ്മുടെ ഇന്ന് നിലവിലുള്ള ഭരണഘടന ലംഘനമാണ് അവിടെ നടക്കുന്നത്, മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടക്കുന്നത്. അവിടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് മക്കാവ് പോലെ കാസിനോ, റിസോർട്ടുകൾ എല്ലാമുള്ള ഒരു വലിയ ടൂറിസം ഡെവലപ്മെന്റിന് കോർപ്പറേറ്റുകൾക്ക് ആ ഭൂമി പതിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഇത്തരം പ്രവർത്തികൾ യാതൊരു മനുഷ്യത്വവുമില്ലാതെ നടപ്പാക്കാൻ കഴിവുള്ളയാളെന്ന് തെളിയിച്ച ഈ പ്രഫുൽ കോട പട്ടേലിനെ അവിടെ നിയോഗിച്ചു. ഒരു പൊളിറ്റീഷ്യനെ, ഇന്നേ വരെ ഇല്ലാത്ത ഒരു അനുഭവമാണിത്. ഇദ്ദേഹം ദാദ്ര നാഗർ ഹവേലി അഡ്മിനിസ്ട്രേറ്ററാണ്. അവിടെ 7 തവണ പാർലമെന്റ് മെമ്പർ മോഹൻ ദേൽക്കർ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് മുംബൈ പോലീസ് അക്യൂസ്ഡായി കണക്കാക്കിയാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ. എന്ത് ചെയ്തും ഇംഗിതം നടപ്പാക്കാനുള്ള രഥമുരുട്ടാൻ കഴിവുള്ള ഒരാൾ എന്ന നിലയിലാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. ഇന്ത്യയിലും വിദേശത്തുമുള്ള കോർപ്പറേറ്റുകൾ ലക്ഷദ്വീപ് ദ്വീപുകളെ ലക്ഷ്യം വെക്കുന്നു. അതിനുവേണ്ടി അവിടുത്തെ ഭൂനിയമത്തിൽ മാറ്റം വരുത്തുന്നു. ഭൂമി ആർക്കും വാങ്ങാം. മുമ്പുള്ള നിയമം അനുസരിച്ച് ലക്ഷദ്വീപിൽ ജനിച്ചു വളർന്നവർക്ക് മാത്രമേ അവിടെ ഭൂമി വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന 23 കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന വികസനം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഗുണഭോക്താക്കൾ ലക്ഷദ്വീപ് നിവാസികളായിരിക്കില്ല. ബലം പ്രയോഗിച്ച് അവരുടെ ഭൂമി ഏറ്റെടുത്ത് ബുൾഡോസർ ഉപയോഗിച്ച് ഇന്ന് നിലവിലുള്ള വീടുകളും 1 കിലോമീറ്റർ മാത്രം വീതിയുള്ള ദ്വീപിൽ 15 മീറ്റർ റോഡുണ്ടാക്കി അവിടെയുള്ള പാവങ്ങളെ മുഴുവൻ ഓടിക്കുക എന്നതാണ് ലക്ഷ്യം. 1992 ശേഷം, ഉദാരവൽക്കരണത്തിന് ശേഷം, ഇപ്പൊ നേരത്തെ ആയിഷ സുൽത്താനയും അത് പറഞ്ഞു, ദ്വീപ് നിവാസികൾ ഒരുപാട് ടൂറിസം പ്രൊജക്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്, അതിനൊന്നും അംഗീകാരം നൽകിയില്ല എന്ന്. പക്ഷേ ഈ ഉദാരവൽക്കരണത്തിന് ശേഷം എന്താണ് രാജ്യം അംഗീകരിച്ച സിദ്ധാന്തം? ഒരു മുതലാളി വളരുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാരും വളരും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ദ്വീപ് നിവാസികളായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ ഈ ടൂറിസം പ്രൊജക്റ്റുകൾ നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ അതല്ല സാർ രാജ്യത്തിൻ്റെ നയം. രാജ്യത്തിൻ്റെ നയം കുത്തകകളെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ എല്ലുമുറിയെ പണിയെടുത്താൽ അത്യാവശ്യം ചെലവിനും കിട്ടും. ഈ നയമനുസരിച്ച് വികസിച്ച ഗുജറാത്തിൽ തലസ്ഥാന നഗരമായ അഹമ്മദാബാദിൽ ട്രംപ് വരുമ്പോൾ റോഡരികിലുള്ള കുടിലുകളെല്ലാം മതിൽ കെട്ടി മറക്കേണ്ടി വന്ന വികസനമല്ലേ? അതിനെന്ത് മനുഷ്യമുഖമാണുള്ളത്? നമ്മുടെ രാജ്യത്തിന്റെ വിലയേറിയ സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകളുടെ കൈകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ, ഇന്ത്യയിലെ വൈദ്യുതി മേഖല മുഴുവൻ. കാശ്മീർ നിയമത്തിലൂടെ കാശ്മീരിലും ഭൂമി വാങ്ങാൻ കോർപ്പറേറ്റുകൾക്ക് അവസരമുണ്ടാക്കി കൊടുത്തു. ഇനിയിപ്പോ ഈ ലക്ഷദ്വീപാണ്. ഇത്തരം നടപടികൾ വരുമ്പോൾ ജനങ്ങൾ പ്രതിഷേധിച്ചാൽ അവരെ തുറുങ്കിലടക്കാനുള്ള നിയമം പോലും മുൻകൂട്ടി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ നടപടിയുമായിട്ട് വരുന്നത്. ശരി, ഞാൻ മടങ്ങിയെത്താം. പ്രതിഷേധം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഇതൊന്നും പോയിട്ടില്ല. മാത്രമല്ല കലക്ടർ ആയിക്കൊള്ളട്ടെ, BJP ആകെ ആയിക്കൊള്ളട്ടെ പറയുന്നത് ഇതിനപ്പുറത്തേക്ക്, അതായത് ലാൻഡിനപ്പുറത്തേക്ക്, അയലൻഡിനപ്പുറത്തേക്കുള്ളത് മാത്രമാണ് ഈ പ്രതിഷേധം. അയലൻഡിൽ വളരെ സമാധാനപൂർവമായ ജീവിതമാണ് ഉണ്ടാകുന്നതെന്നാണ്. ഇവിടെ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, ഒന്ന് ശ്രീ ഇളമരം കരീമിന് മറുപടി പറയാമോ? മക്കാവോ, കാസിനോ? അല്ല, അദ്ദേഹം സത്യത്തില് മനുഷ്യാവകാശ ലംഘനവും ഭരണഘടനാ ലംഘനവും ഒക്കെയാണ്. ഞാൻ ഒരു MP കൂടിയായി അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിയമപരമായി തന്നെ കരീം സാറെ അത് നേരിടാവുന്നതാണല്ലോ.
പിന്നെ അല്ല, അതിനകത്ത് എങ്ങനെയാണ് നിയമപരമായി നേരിടാനാവുക ശ്രീ ജയേന്ദ്ര മാസ്റ്റർ? മക്കാവോയില് കാസിനോ ആണ് എങ്കിൽ, കാസിനോ ആണ് ഈ പറയുന്ന ലക്ഷദ്വീപിൽ മക്കാവോ മോഡൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ അതിനെ നമുക്ക് നേരിടാനൊന്നും കഴിയില്ല. നമ്മുടെ ഗോവയിൽ പോലും ഉണ്ട് കാസിനോസ് ഇപ്പോൾ. അല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഭാവന മാത്രമല്ലേ നികേഷേ, യാഥാർത്ഥ്യങ്ങളുമായി അദ്ദേഹം ഭാവനയിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ പ്രധാന ആക്ഷേപം എന്താ? IAS മാത്രമേ ഈ അഡ്മിനിസ്ട്രേറ്റർ ആകാവൂ എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും നിയമമുണ്ടോ? മുമ്പും ഇത്തരം ആളുകൾ ഉണ്ടാക്കിയിട്ടില്ലേ? പിന്നെ ഇദ്ദേഹത്തെ അവിടത്തേക്ക് നേരെ പോസ്റ്റ് ചെയ്തതല്ലോ, അവിടെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ അകാലമായി മരണപ്പെട്ടു. അപ്പൊ എന്താ ചെയ്യുക? തൊട്ടടുത്ത അഡ്മിനിസ്ട്രേറ്റർ, നമുക്കറിയാം കേരളത്തിലെ ഗവർണർ പോസ്റ്റ് ഒഴിവന്നാൽ നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനത്തിലെ ഗവർണറെ അവിടത്തേക്ക് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സ്വാഭാവിക നടപടി മാത്രമല്ല അദ്ദേഹം എന്ന വ്യക്തി അല്ലല്ലോ ഇത് നടപ്പിലാക്കി. ഇതൊരു ഗവൺമെന്റിന്റെ പോളിസിയാണ്. പിന്നെ അദ്ദേഹം ആശങ്കപ്പെട്ട മറ്റൊരു കാര്യവും കൂടെ നികേഷ് പറയാതിരിക്കാൻ നിർവാഹമില്ല. കോർപ്പറേറ്റുകൾക്ക് ടൂറിസ്റ്റ് മേഖല അങ്ങ് തീരെഴുതി കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, പത്മനാഭപുരം കൊട്ടാരം രവി പിള്ളയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇളമരം കരീമിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ ആദർശപരമായ പരിവേഷം ഉണ്ടായിരുന്നില്ല. കേരളത്തില് മറ്റിത്തരം ആളുകളെ അതൊരു ഗവൺമെന്റ് പോളിസിയാണ്. താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന മാതിരിയിൽ BJPയുടെ അങ്ങനെ ഇത്തരത്തിലുള്ള സംരംഭകരെ അങ്ങ് അകറ്റി നിർത്തുക എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ പോളിസി അല്ല സർ. അത് ഈ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് പറയുന്നു. രവി പിള്ള വരുമ്പോൾ, അവിടുത്തെ ഹോട്ടലുമായി വികസനം നടക്കുമ്പോൾ, കേരളത്തിലെ മുന്നാർ പോലുള്ള പ്രദേശത്ത് അവർ വരുമ്പോൾ, കേരളം പോലും ഞാൻ മനസ്സിലാക്കുന്നത് കരീം സാറെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഗവൺമെന്റിന് മാത്രമായി ഇത്തരം വികസന കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അതൊരു പ്രായോഗികവൽക്കരിക്കപ്പെട്ട, സാക്ഷാത്കരിക്കപ്പെട്ട സത്യമായ യാഥാർത്ഥ്യമാണ്. അതിനെ തള്ളി പറയാനൊന്നും നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനി പറഞ്ഞ മാതിരിയിൽ ടൂറിസം എന്ന് പറയുന്നത് ആ മേഖലയിൽ വലിയ സാധ്യതയില്ലേ സർ? ഇവിടെ തന്നെ നികേഷ് തന്നെ പറഞ്ഞു, 90 മുതൽ ദ്വീപ് നിവാസികൾ കരയുകയാണ്, ആരും ചെവിക്കൊള്ളുന്നില്ല. 73 വർഷം കഴിഞ്ഞു, അവരുടെ ജീവിതം ഇന്നും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നുള്ളതാണ്. അവരുടെ ആരോഗ്യം. ശ്രീ ഹംദുള്ള സായിദ്, താങ്കളുടെ പിതാവാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11ഓ 12ഓ തവണ ലക്ഷദ്വീപിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പാർലമെന്റിൽ അംഗമായിട്ടുള്ളത് അദ്ദേഹമായിരിക്കാം. അതിൽ കൂടുതൽ വേറെ ആരെങ്കിലും ആയിട്ടുണ്ട്, സബ്ജക്ട് ടു കറക്ഷൻ വിട്ടുകളാണ് എന്തായാലും. അത് കഴിഞ്ഞ് താങ്കളും ഒരു തവണ പാർലമെന്റ് അംഗമായി. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെയും നിങ്ങൾ ഉയർത്തിയ വിഷയം എന്താണ്? ഈ ഐലൻഡിന്റെ വികസനമാണല്ലേ. ഇപ്പോൾ ഐലൻഡിന്റെ വികസനത്തിന് നരേന്ദ്രമോദി തയ്യാറാകുന്നു എന്നാണ് അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത്. ആ ബോധ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂണ ഫിഷിൻ്റെ കാര്യത്തിൽ സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കാം, ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. കടലിനടിയിലൂടെ, അറബിക്കടലിനടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കൊണ്ടുവരുന്നു, IT മേഖലയിൽ വലിയ വികസനം കൊണ്ടുവരുന്നു, സ്കൂളും ആരോഗ്യ സ്ഥാപനങ്ങളും എല്ലാം വരുന്നു. എല്ലാം വന്നു. ഞാൻ പറയട്ടെ, 1967 മുതൽ 2004 വരെയാണ് ലോക്സഭാ അംഗമായി PM സയ്യിദ് അവിടെ ലക്ഷദ്വീപിനെ ജനങ്ങളെ പ്രതിനിധീകരിച്ചത് 10 തവണ. ഒരു പ്രാവശ്യം ഞാൻ MP ആയി. ആദ്യം അദ്ദേഹം പാർലമെന്റ് മെമ്പർ ആയ സമയത്ത് അവിടുത്തെ ലിറ്ററസി റേറ്റ് 15%. ഇന്ന് ലക്ഷദ്വീപിലെ ലിറ്ററസി റേറ്റ് ഓൾമോസ്റ്റ് 95% ആണ്. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ മിസോറാമും കേരളവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. അതിനൊപ്പം നമ്മൾ ഈ പറയപ്പെട്ട ലക്ഷദ്വീപിന്റെ കാര്യം പറയുമ്പോൾ, ലക്ഷദ്വീപ് ജോഗ്രഫിക്കലി ഐസൊലേറ്റഡ് ആയതുകൊണ്ടാണ് ഷെഡ്യൂൾ ട്രൈബിന്റെ സ്റ്റേറ്റസ് ലക്ഷദ്വീപിന് ഇന്ത്യൻ ഭരണഘടന കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടില്ല, ജോഗ്രഫിക്കൽ ഐസൊലേഷൻ ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഭരണഘടനയിൽ ഷെഡ്യൂൾ ട്രൈബിന്റെ സ്റ്റേറ്റസ് കൊടുത്തിരിക്കുന്നത്. ലക്ഷദ്വീപിൽ പണ്ട് 1967 കാലഘട്ടത്തിൽ 3ാം ക്ലാസ്സും 5ാം ക്ലാസ്സും വരെ മാത്രമായിരുന്നു. ഇന്ന് എല്ലാ ദ്വീപിലും 12ാം ക്ലാസ് വരെ ഉണ്ട്, കോളേജ് ഉണ്ട്, ഗ്രാജുവേഷൻ ലെവൽ കോഴ്സ് ഉണ്ട്. എല്ലാ ദ്വീപിലും പ്രൈമറി ഹെൽത്ത് സെന്റർ, പല ദ്വീപിലും ആശുപത്രി ഉണ്ടായിരുന്നില്ല, എല്ലാ ദ്വീപിലും പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടായി. അത് അപ്ഗ്രേഡ് ചെയ്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ടായി. അഗത്തി ദ്വീപ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ദ്വീപിൽ എയർപോർട്ട് കൊണ്ടുവന്നു. രോഗികളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി രാജീവ് ഗാന്ധിജിയുടെ കാലത്തിലാണ് മോത്തിലാൽ വോറാജി എന്ന സിവിൽ ഏവിയേഷൻ മന്ത്രി ആയ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ കരുണാകരൻ ജി ലക്ഷദ്വീപിലേക്ക് വന്ന ശ്രീസാബിന്റെ കൂടെ വന്നിട്ടാണ് ഹെലികോപ്റ്റർ സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഹെലികോപ്റ്റർ സർവീസിന്റെ മറ്റേ ഇവാക്യുവേഷന് എതിരായിട്ടാണ് ഇന്നലെ ലക്ഷദ്വീപ് ഈ ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ദുരന്തം വെച്ചത്. എന്താണ്?
ഒരു രോഗിയെ ഇനി ഇവാക്യുവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, ഒരു 4 അംഗ കമ്മിറ്റി. ഈ 4 അംഗ കമ്മിറ്റിയെ അംഗീകാരം, അതിനൊപ്പം അവിടുത്തെ മെഡിക്കൽ ഓഫീസർ, അതിനൊപ്പം അവിടുത്തെ പോർട്ട് ഡയറക്ടറും ആ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയും അംഗീകരിച്ചാലേ രോഗി കൊണ്ട് പറക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത് നോക്കൂ, പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ നിശബ്ദമായിട്ടിരിക്കും. പറഞ്ഞോളൂ സാർ. എനിക്ക് സമയം തരണം, എല്ലാവർക്കും നിങ്ങൾ സമയം കൊടുക്കുന്നവരെ എനിക്കും സമയം തരണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഹെലികോപ്റ്ററിൽ രോഗി പോകുന്നത് വളരെ കുറച്ചും കൂടെ നീട്ടിയിട്ട് ഒരു പ്രൊസീജിയർ പോലെ ആക്കി കംപ്രസമാക്കിയിട്ട് രോഗി നല്ല ജീവനോടെ കൊച്ചിയിലെത്താൻ പാടില്ല, അല്ലെങ്കിൽ അതിന് മുമ്പ് മരണപ്പെട്ടു പോകും. ഈ വികസനമാണ് കാഴ്ചവെക്കുന്നത്. SOP വേണ്ട, SOP വിഡ്രോ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അല്ല, എക്കണോമിക് ആക്ടിവിറ്റീസ് വളരെ തകർന്നു പോയിരിക്കുകയാണ് SOP കാരണം. ഇപ്പൊ എന്താ എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്? കളക്ടർ പറഞ്ഞു ഇവിടെ സമരമില്ല. ലക്ഷദ്വീപിൽ ജനങ്ങൾ വളരെ ശാന്തിയും സമാധാനത്തോടെയാണ് ഈ റെഗുലേഷനൊക്കെ സ്വീകരിക്കുന്നത്. അവിടെ ശാന്തിയും സമാധാനം റെഗുലേഷൻ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? 144 പാസ്സാക്കിയിരിക്കുകയാണ് കർഫ്യൂ. എല്ലാ സ്ഥലത്തും എല്ലാ ദ്വീപിലും കർഫ്യൂ വെച്ചിരിക്കുകയാണ്. 1.5 മാസമായി ലോക്ക്ഡൌൺ വെച്ചിരിക്കുകയാണ്, ട്രിപ്പിൾ ലോക്ക്ഡൌൺ വെച്ചിരിക്കുകയാണ്. പിന്നെ അഗത്തി ദ്വീപിൽ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, രാജീവ് ഗാന്ധി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ അഗത്തി ദ്വീപിൽ കൊണ്ടുവന്ന് എല്ലാ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് PPP മോഡൽ ആയിട്ടാണ് ചെയ്തത്. ഇത് ഒരു പുതിയൊരു കാര്യമൊന്നുമില്ല, ഇത് ചെയ്ത് കാണിച്ചുന്ന കാര്യങ്ങളാണ്. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 4 രൂപ പെർ യൂണിറ്റ് ഇലക്ട്രിസിറ്റിക്ക് അത് വെട്ടിച്ചുരുക്കി 75 പൈസ PM സൈസായിട്ട് ക്യാബിനറ്റ് മന്ത്രി പവർ മിനിസ്റ്റർ ആയപ്പോൾ ചെയ്തു. കേരളത്തിലെ ജനങ്ങൾക്ക് 20 പൈസ കുറച്ചു കൊടുത്തു. ഉമ്മൻചാണ്ടി സാർ എന്ന് മുഖ്യമന്ത്രി ആയ സമയത്ത് അദ്ദേഹം വീട്ടിൽ വന്നപ്പോ പറഞ്ഞാണ് സൈസാർ വേർപാട് ആയ സമയത്ത്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള വികസനമല്ല, ഇതൊരു കുതിച്ചു ചാട്ടത്തിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ശ്രമിക്കുന്നത്. ഇത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, IT ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നെറ്റ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അറബിക്കടലിന്റെ അടിയിലൂടെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നൊക്കെ പറയുമ്പോൾ അത് 103 കോടി രൂപയുടെ പദ്ധതിയാണ് അബ്ദുള്ള. അത് മാത്രമല്ലല്ലോ, ഈ ടൂറിസം മേഖല എന്ന് പറയുമ്പോൾ ചടുലമായ മാറ്റങ്ങളാണ്. എങ്ങനെയാണ് മാലദ്വീപ് ഉള്ളത്, ആ നിലയിലുള്ള ചടുലമായ മാറ്റങ്ങൾ, ആ വികസനം ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ തോന്നും. വികസിപ്പിച്ചു കഴിയുമ്പോഴേ അതിന്റെ മൂല്യം മനസ്സിലാവും. 2000 ദ്വീപ് സമൂഹമുണ്ട്. ഇത് ഇക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. 36 ദ്വീപിൽ 10 ദ്വീപിൽ മാത്രമാണ് ആൾ താമസമുള്ളത്. ഈ ഭൂമിയിൽ എൻവയറമെന്റൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെ പോകും ജനങ്ങൾ? താങ്ങാൻ പറ്റാത്ത രീതിക്കുള്ള സ്ട്രക്ചേഴ്സും കോൺക്രീറ്റ് ബിൽഡിംഗ്സും ഈ രീതിക്കുള്ള ടൂറിസം സ്ട്രക്ചേഴ്സും ഉണ്ടാക്കി കഴിഞ്ഞാൽ എവിടെ പോകും? എൻവയറമെന്റൽ പ്രോബ്ലം ഉണ്ടാകും, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകും. നമ്മളെ ഭൂമി, നമ്മളെ ദ്വീപ് സമൂഹം കടലിനടിപ്പെട്ടു പോകും കാർബൺ എമിഷൻ കാരണം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മാലദ്വീപ് പോലെ നമുക്ക് ആക്കാൻ പറ്റില്ല. മാലദ്വീപിന്റെ പോളിസി, ദേ വാണ്ട് മോർ വോള്യൂം ഇൻ ടൂറിസ്റ്റ്. ഞങ്ങൾക്ക് വോള്യൂം വേണ്ട, ഞങ്ങൾക്ക് ക്വാളിറ്റി ആണ് വേണ്ടത്. ഞങ്ങൾ അവിടെ ഏരിയ കുറവായത് കൊണ്ട് ക്വാളിറ്റി ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ബംഗാരം ദ്വീപിൽ ഒരു രാത്രി $1000 ആയിരുന്നു അവിടെ നിൽക്കണമെങ്കിൽ, അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ ദ്വീപിലും നമ്മൾ ടൂറിസം ചെയ്യണം, എല്ലാ ദ്വീപിലും നമ്മൾ ഇതാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ദ്വീപിലേക്ക് താങ്ങാൻ പറ്റുന്ന അത്ര ഇതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ശരി, അങ്ങനെ ഒരു വികസനമാണോ വരാൻ പോകുന്നതെന്നും നമുക്കറിയില്ല. ദയവായി തുടരുക. അശ്വതി ആറ്റമി, ഇന്നലെ ആയിഷ സുൽത്താനെയൊക്കെ പറയുകയായിരുന്നു ഇത് വെറും കോൺട്രാക്ട് പണിക്ക് വേണ്ടിയാണ് എന്ന്. അതായത് ഈ പ്രഫുൽ പട്ടേൽ സ്വന്തം മകനെ കോൺട്രാക്ട് പണി ഏൽപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന പരിപാടികളാണ് എന്ന്. അതിനൊന്നും തെളിവില്ല അല്ലേ? അല്ല, അങ്ങനെയല്ല. ടൂറിസം വരണ്ട, ഞാൻ ആദ്യം പറഞ്ഞു, ടൂറിസം വരണ്ടെന്ന് ആരും പറയുന്നില്ല. ഇപ്പം എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ വേറൊരു ക്ലാരിഫിക്കേഷൻ വേണം. ലക്ഷദ്വീപില് 10 ദ്വീപ് സമൂഹങ്ങളിൽ മാത്രമേ ജനവാസമുള്ളൂ. ബാക്കി ഐലൻഡ് അവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് എക്സ്ക്ലൂസീവ്ലി ഫോർ ടൂറിസ്റ്റ് തുറന്നു കൊടുക്കാം, അവർക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ദ്വീപിൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ വന്ന് ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് ജനങ്ങൾ വ്യാകുലപ്പെടുന്നത്. പിന്നെ ഇപ്പൊ ചോദിച്ച കോൺട്രാക്ടിന്റെ ഇതിനു വേണ്ടിയിട്ടാണോ എന്നുള്ളത് അതിനൊന്നും തെളിവില്ല. അത് വേഗമായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതില് എനിക്ക് ഏറ്റവും മുഖ്യമായിട്ട് പറയാനുള്ളത് ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ പോലെ, അതായത് എന്തായിരുന്നു, നമ്മുടെ രവി പിള്ളയ്ക്ക് കൊട്ടാരം എഴുതി കൊടുത്തത്. രവി പിള്ളയ്ക്ക് കൊട്ടാരം എഴുതി കൊടുക്കുന്ന പോലെ അല്ല സാർ ലക്ഷദ്വീപ്. സാർ എപ്പോഴെങ്കിലും ലക്ഷദ്വീപിൽ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം അവിടുത്തെ ഏരിയയുടെ വിസ്തീർണവും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അവിടെ ഒന്നാമത് ഷെഡ്യൂൾ ട്രൈബ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, അവരുടെ ഭൂമിയും കാര്യങ്ങളും ഏറ്റെടുക്കുന്ന അതിനായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്.
നിങ്ങൾ ടൂറിസം കൊണ്ടുവരുന്നതിനോ ബാക്കിയുള്ളതിനോ ഞങ്ങൾ അതിന് നിൽക്കുന്നില്ല. പക്ഷേ അത് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. കോൺട്രാക്ട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇപ്പൊ ജോലി നൽകാൻ വേണ്ടിയിട്ടാണ് തദ്ദേശീയരായ ആളുകളെ എന്തായാലും ഉൾപ്പെടുത്തുന്നില്ല. അതിന്റെ കാര്യം ഈ ലക്ഷദ്വീപിലെ മനുഷ്യ വിഭവശേഷിയെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ്. കരാർ ജീവനക്കാരെ മുഴുവൻ ഒഴിവാക്കി വിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോ ജീവനക്കാരുടെ കാര്യക്ഷമത പരിശോധിക്കുന്നതിന് വേണ്ടി ഉത്തരേന്ത്യക്കാരുടെ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ലക്ഷദ്വീപുകാരെ ഒന്നിനും കൊള്ളില്ല എന്നാണോ അഡ്മിനിസ്ട്രേറ്ററുടെ മനസ്സിലിരിപ്പ്? അതവർ വ്യക്തമാക്കേണ്ട കാര്യമല്ലേ, അതവർ വ്യക്തമാക്കേണ്ട കാര്യമാണല്ലോ. ലക്ഷദ്വീപുകാർക്കും കൂടെ തദ്ദേശീയരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോഴാണല്ലോ ഒരു മേഖലയിൽ വികസനം വരുന്നത്. തദ്ദേശീയർക്ക് ജോലിയില്ലാതെ പുറത്തുനിന്നുള്ളവരെ കൊണ്ടുവന്ന് ജോലി ചെയ്യുമ്പോൾ ഈ വികസനം തദ്ദേശീയർ എന്തിനാണ് ഏറ്റെടുക്കുന്നത്? തദ്ദേശീയരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ടൂറിസം വികസിപ്പിച്ചോ? കാരണം ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ടൂറിസം കൊണ്ടുവരുമ്പോൾ ഒരുപാട് പേർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ള അത് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസവും ബോധമുള്ള ആൾക്കാരെ ലക്ഷദ്വീപുകാർ, അതൊന്നും ഞങ്ങൾ തടയുന്നില്ല. ഞങ്ങൾ ഇഷ്ടംപോലെ യുവാക്കൾക്ക് ജോലി കിട്ടും, അതൊക്കെ നിങ്ങൾ ചെയ്തോ. പക്ഷെ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യൂ. അല്ലാതെ ഇവര് വേഗമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ നിങ്ങൾ വികസനത്തിന് എഗൈൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെയല്ല സത്യം. ഞങ്ങൾ വികസനം എപ്പോഴും സ്വാഗതം ചെയ്യുന്നു. സുൽത്താനയിലേക്ക് മടങ്ങിയതാം. ശ്രീ എളമരം കരീം, ST ആയിട്ടുള്ള, അതായത് 98% ST ആയിട്ടുള്ള ഒരു യൂണിയൻ ടെറിട്ടറിയിൽ അവിടുത്തെ ആളുകളെ ഉൾപ്പെടുത്താതെ ഇപ്പോൾ ജീവനക്കാരുടെ കാര്യക്ഷമത പരിശോധിക്കുന്നതിനുള്ള സമിതിയിൽ ഉത്തരേന്ത്യക്കാർ മാത്രം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും ഇനിയിപ്പോൾ കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കില്ല, ടൂറിസം പദ്ധതി കൊടുക്കുകയാണെങ്കിൽ അവർക്കില്ല. ഇതെങ്ങനെ സാധ്യമാകുന്നു? നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ യൂണിയൻ ടെറിട്ടറിയും ഭരിക്കുന്നത്. ഈ വികസനത്തിന്റെ ഈ വായ്ത്താരിയിലൊന്നും യാതൊരു ആത്മാർത്ഥതയില്ല. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണല്ലോ ഈ വാഗ്ദാനം പറയുന്നത്. 2014 വർഷം തോറും 2 കോടി പേർക്ക് പുതിയ തൊഴിൽ കൊടുക്കുന്ന വാഗ്ദാനം അവിടെ പോയി. സാമ്പത്തിക വികസനം വളരെ ഉന്നതിയിലേക്ക് വരും എന്ന് പറഞ്ഞത് എവിടെ പോയി? നോട്ട് നിരോധന കാലത്ത് പറഞ്ഞത് വല്ലതും യാഥാർത്ഥ്യമായോ? അപ്പൊ ആ വാഗ്ദാനങ്ങളൊന്നും വിശ്വസിച്ചു പോകാൻ പറ്റില്ല. ബേസിക് ക്വസ്റ്റ്യൻ, ജനാധിപത്യപരമായിട്ടല്ലേ ഒരു സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഭരണകാര്യങ്ങൾ നടക്കേണ്ടത്? അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് സമിതി ഉണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് മെമ്പർ ഉണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഇവിടെ പ്രധാന കക്ഷികൾ, വർഗീയ തീവ്രവാദ സംഘടനകളൊന്നുമല്ല. എവിടെങ്കിലും കൺസൾട്ട് ചെയ്തോ ഇദ്ദേഹം അവിടെ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ? അവിടെ സബ്മറൈൻ കേബിൾ ഇടാൻ വേണ്ടിയാണോ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന്റെ മെനു മാറ്റം വരുത്തുന്നത്? 2 കുട്ടികളിൽ കൂടുതലുള്ളവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യരാവും എന്ന് കൽപ്പിക്കുന്നത് ഏത് വികസന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്? മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ നിർമ്മിച്ചത് അനധികൃതമാണോ? സുപ്രീം കോടതി നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ സൂപ്പർവിഷനിൽ തീരുമാനിച്ച് അംഗീകാരം കൊടുത്തതാണ് അവരുടെ വലയും മറ്റുപകരണങ്ങളും സൂക്ഷിക്കാനുള്ള താൽക്കാലിക ഷെഡുകൾ. അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. അത് മുഴുവൻ ബുൾഡോസർ വെച്ച് പൊളിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? എന്ത് വികസനത്തിന്റെ പേരിലാണ്? താങ്കൾ പറയുന്നത് ഇത് പൊളിറ്റിക്കൽ ആണെന്നാണ്. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഉദാരവൽക്കരണ നടപടിയാണിത്. ഇത് ആ ജനങ്ങൾ മുഴുവൻ, ആ പാവപ്പെട്ട ജനങ്ങൾ മുഴുവൻ രോഹിംഗ്യൻ അഭയാർത്ഥികളെ പോലെ കിട്ടുന്ന വള്ളങ്ങളിലും ബോട്ടുകളിലും കേരള തീരത്തേക്ക് വരുന്ന ഒരു കാലം അനധിവിദൂരമല്ല. അവിടെ ലക്ഷദ്വീപിനെ കേന്ദ്ര സർക്കാർ കിട്ടുന്ന വിലക്ക് വിൽക്കുകയാണ്. തീർച്ചയായിട്ടും അതാണ് നടത്തുന്നത്. അത് നടത്താനാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ അവിടെ വികസന പ്രവർത്തനം നടത്താനല്ല. ആ പാവപ്പെട്ട മനുഷ്യരുടെ വീടും അവരുടെ സ്ഥലവും ബലം പ്രയോഗിച്ച് ഏറ്റെടുക്കാനുള്ള നിയമം ഉണ്ടാക്കുന്നു. അതിനെ ചോദ്യം ചെയ്താൽ അവരെ പിടിച്ച് തടവിലിടാം. മാത്രമല്ല, ലൈസൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുതുക്കി കൊടുക്കണം. 3 വർഷം കഴിയുമ്പോൾ ഈ കൈവശക്കാരൻ ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഫൈൻ കൊടുക്കണം. ആർക്ക് നേരെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഷെഡ്യൂൾ ട്രൈബ് എന്ന ഭരണഘടന ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാവപ്പെട്ട സമൂഹത്തിന് നേരെ ഉപയോഗിക്കുന്നതാണോ ഇത്തരം നിയമങ്ങൾ? എന്നിട്ട് കലക്ടർ വന്നിട്ട് ന്യായം പറയുക, കൊച്ചിയിൽ വന്നിട്ട് ആ ജനങ്ങളോടല്ലേ സംസാരിക്കേണ്ടത്? അവിടെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി 60% മുകളിലാണ്. അങ്ങനെയുള്ള സമയത്ത് കൊച്ചിയിലെ വന്ന് ന്യായം പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. എളമരം കരീം, നിങ്ങളുടെ സർക്കാർ ഒരു പ്രമേയം പാസ്സാക്കുകയാണ്. യഥാർത്ഥത്തില് കലക്ടർ തന്നെ പറയുന്നത് ലക്ഷദ്വീപ് സമാധാനപരമായിട്ടാണ് മുന്നോട്ട്. പ്രശ്നം മെയിൻലാൻഡിലാണ്, കരയിലാണ്. ഇവിടെയാണ് പ്രശ്നം. അത് നിങ്ങൾ രാഷ്ട്രീയപരമായി ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അല്ല, ശരി, അതല്ല. എന്താന്ന് വെച്ചാല് കോവിഡ് വ്യാപനം വളരെ വ്യാപകമായി വന്ന സാഹചര്യം ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. 144 പ്രഖ്യാപിച്ചു. പുറത്തിറങ്ങാൻ വയ്യ ഒരാൾക്കും.
വിദ്യാർത്ഥികൾ വീട്ടുപടിക്കലാണ് സമരം ചെയ്യുന്നത്. വീട്ടുപടിക്കൽ വിദ്യാർത്ഥി വിപ്ലവം എന്നൊരു ക്യാപ്ഷൻ കൊടുത്ത് കുട്ടികൾ പ്രതിഷേധിക്കുക. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. എന്തടിസ്ഥാനത്തിലാണ്? ജനാധിപത്യ അവകാശങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യം ഇതിനൊക്കെ തകർത്തുകൊണ്ടാണോ വികസനം നടത്താൻ പോകുന്നത്? ഇതിന്റെ പിന്നിലുള്ള ഹിഡൻ അജണ്ട മറച്ചുവെക്കാൻ സുരക്ഷയുടെ പേര് പറയുന്നു, ചൈന ഭീഷണി പറയുന്നു, മാലിദ്വീപ് പറയുന്നു, ലക്ഷദ്വീപിൽ നിന്ന് വളരെ അകലെ പിടികൂടപ്പെട്ട ബോട്ടിന്റെ കാര്യം, ഹെറോയിന്റെ കാര്യം പറയുന്നു. ഈ ലക്ഷദ്വീപ് സമൂഹത്തിന്റെ അടുത്താണ് ഇന്റർനാഷണൽ കപ്പൽ ചാനൽ. അതിലൂടെ പലരും കടന്നു പോകുന്നത് ഈ പാവപ്പെട്ട ആളുകൾ എന്ത് പിഴച്ചു? അവിടെ നേവി ഇല്ലേ? കോസ്റ്റ് ഗാർഡ് ഇല്ലേ? ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലേ? ഏറ്റവും ശാന്തമായ ഒരു പ്രദേശം, ക്രൈം റെക്കോർഡിൽ ഏറ്റവും അവസാനത്തെ പേരാണ് ലക്ഷദ്വീപ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് പോയിട്ട് മെയിൻലാൻഡിൽ നിന്ന് വളരെ അകലെ മറ്റുള്ള ആളുകൾക്ക് ഇടപെട്ട് സഹായിക്കാനോ ഇടപെടാനോ കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ജനങ്ങളെ ഈ രൂപത്തിൽ ശിക്ഷിക്കേണ്ടതുണ്ടോ? എന്നിട്ട് അതിന് ഈ മാതിരി ന്യായം പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? ശരി, ദയവായി തുടരുക. പറയാനുള്ളത് അക്കാര്യത്തിൽ ഇതേ ചോദ്യം. ഇല്ല, ഇതേ ചോദ്യം. ഈ ലക്ഷദ്വീപിലെ ആളുകൾ പ്രതികരിച്ച് ആരും കണ്ടില്ല എന്ന് പറയുമ്പോ അവിടെ 144 പാസ്സാക്കിയിട്ട് എത്രയോ മാസങ്ങളായി. ഞാൻ അടക്കമുള്ള ആളുകൾ അവിടെ ഷൂട്ടിന് പോയതാണ്. ആ ഷൂട്ടിന് പോയ സമയത്ത് പോലും അവിടെ 144 പാസ്സാക്കിയിട്ടുണ്ടായി. വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങളന്നും. അത് ഇതുവരെ എടുത്തിട്ടില്ല, പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശാന്തമാണോ 144 ഒന്ന് എടുത്ത് മാറ്റി നോക്ക്, ആ ശാന്തത അപ്പ അയാൾക്ക് മനസ്സിലാവും. ഈ ലക്ഷദ്വീപിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ലക്ഷദ്വീപുകാർക്കോ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള മലയാളികൾക്കോ മാത്രമേ ഈ കാര്യത്തിൽ ഇത്രയധികം പ്രതിഷേധവും വ്യസനവും ഉള്ളൂ എന്നാണ് കലക്ടർ പറയുന്നത്. ഇത്രയും ന്യൂസ് ഇവിടെ എത്തിച്ചതിനും ഈ പറയുന്ന ഞാനും ലക്ഷദ്വീപ് MP ആയിട്ടുള്ള ഫൈസലും മുൻ MP ആയിട്ടുള്ള ഹംദുല്ല സയ്യിദും ബാക്കിയുള്ള സ്റ്റുഡൻസും എല്ലാവരും സാമൂഹ്യ ദ്രോഹികളാണെന്നാണ് പറഞ്ഞത്. അതെ. അപ്പോൾ അതെന്ത് അടിസ്ഥാനമാണ്? ഞങ്ങൾ എല്ലാവരും സാമൂഹ്യ ദ്രോഹികളാണോ? നിങ്ങളെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗുണ്ട ആക്ട്. ഗുണ്ട ആക്ട് ഞങ്ങളൊക്കെ പിടിക്കാനാണെങ്കിൽ ഇപ്പോൾ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മയക്കുമരുന്ന് ഈ കിളിത്താൻ എന്ന് പറയുന്ന ഐലൻഡിലും ബാക്കിയുള്ള സ്ഥലത്തിലും അവിടെ ഇവിടെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ട് പോയി. ഒരുപാട് പേര് യൂസ് ചെയ്തതായിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരുടെ കയ്യിൽ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മയക്കുമരുന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യം അവിടെ വരേണ്ടത് എന്താണ്? ഡി അഡിക്ഷൻ സെന്റർ ആണ്. മയക്കുമരുന്നിന്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്, അവിടെ ഉപയോഗം കൂടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ ആദ്യം കൊണ്ടുവരേണ്ടത് ഒരു ഡി അഡിക്ഷൻ സെന്റർ ആണ്. എന്താ ഇവരുടെ പദ്ധതിയിൽ അതുണ്ടോ? ഈ കവരത്തിയിലെ ജയിൽ അടഞ്ഞു കിടക്കുകയാണോ ഇപ്പോഴും, അതോ അതിനകത്ത് ആളുണ്ടോ? കവരത്തിയിലെ ജയിലിൽ അടഞ്ഞു കിടക്കുകയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഇപ്പോൾ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അല്ല, ഇത്രയധികം ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അതങ്ങനെ അടഞ്ഞു കിടക്കാൻ പാടില്ലല്ലോ. അതെ, അതൊന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഈ പറയുന്ന പോലെ കിൽത്താൻ ഐലൻഡ്, ചെത്ലാത്ത് ഐലൻഡ്, ബാക്കിയുള്ള എല്ലാ ഐലൻഡിലും ലോക്കപ്പിൽ നിറയെ ആളുകൾ ഉണ്ടാവണം. ഈ ലഹരി മരുന്ന് യൂസ് ചെയ്യുന്ന എല്ലാവരെയും പിടിച്ചകത്തിടണ്ടേ? ഈ പദ്ധതികളിലൊന്നും ഡി അഡിക്ഷൻ സെന്റർ കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയധികം മയക്കുമരുന്ന് ഒഴുകിപ്പോകുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. അവിടെ ഒരു ഡി അഡിക്ഷൻ സെന്റർ ആണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്, ബാറല്ല. അവിടെ ഡി അഡിക്ഷൻ സെന്റർ ഇല്ല. ഇല്ല. ജയിലിൽ ആളില്ല. ഇല്ല. ലോക്കപ്പിൽ ആളില്ല. ഇല്ല. പിന്നെ 144 പാസ്സാക്കിയിരിക്കുന്ന സ്ഥലത്ത് എന്ത് സമരം ചെയ്യാനാണ്? അതൊന്നെടുത്തൊന്ന് മാറ്റി നോക്ക് സാർ. നാളേക്ക് നാളെ ഒന്നെടുത്ത് മാറ്റാൻ പറയോ ഈ പറയുന്ന കളക്ടർ അസ്കർ അലിനോട്? തെളിവപ്പ കാണും ആ ജനം എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നതെന്ന്. ആ ജനത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇത്രയും പേര് മുന്നോട്ട് വന്നത്. ആ ജനങ്ങളുടെ പ്രതികരണം അന്ന് നിങ്ങൾ നേരിട്ടറിയും. ആ ലക്ഷദ്വീപിലെ തന്നെ BJP-കാരാണല്ലോ, ആറ്റബി അടക്കമുള്ളത് BJP അംഗമാണ്. അവര് പോലും പറയുന്നില്ല അവരെ നാടിനെ പറ്റി. അവരെന്താണ് പറയുന്നത്? നിങ്ങളുടെ BJP അംഗമാണ് ആറ്റബി. ആറ്റബിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് കൂടെ ആലോചിക്കണം. സാറ് തന്നെ ആറ്റബിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം BJP അംഗമായ ആറ്റബി എന്തൊക്കെയാണ് സാറിന് തരാൻ പോകുന്ന ഇൻഫർമേഷൻ എന്നുള്ളത്. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, ഈ BJP-യുടെ അവിടുത്തെ സംസ്ഥാന യൂണിയൻ ടെറിട്ടറിയുടെ പ്രസിഡന്റ് അഡ്മിനിസ്ട്രേറ്ററുടെ കൂടെ നിൽക്കുന്നു എന്നല്ലാതെ ബാക്കി എല്ലാവരും ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികളോടൊപ്പമാണ്. അപ്പോൾ സ്വന്തം പാർട്ടിയെ പോലും അംഗീകരിപ്പിക്കാൻ കഴിയാത്തതാണ് നിങ്ങൾ കേരളത്തിൽ വന്ന് വാദിക്കുന്നത്.
അല്ല, കേരളത്തിൽ വന്ന് വാദിച്ചത് കലക്ടർ അല്ലേ നികേഷ്? കലക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ ഔദ്യോഗിക സംവിധാനത്തിന്റെയും നിങ്ങളെക്കാളും എന്നെക്കാളും രേഖകളും വസ്തുതകളും കൈവശം അഡ്മിനിസ്ട്രേറ്റർ എഴുതി കൊടുത്ത കാര്യം വന്ന് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കരീം സാറിനോട് ചില സൂചനകൾ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് പറയുന്നത് എന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, തദ്ദേശീയരായ ജനതയെ മറന്നുകൊണ്ടുള്ള ഒരു വികസനവും ഒരു നാടിനും സർ യോഗ്യമല്ല, അത് നിലനിൽക്കുന്നതുമല്ല. താങ്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇത് വിശദമായിട്ട് താങ്കൾ ഇത് പോയിട്ടുണ്ടാകും, താങ്കൾ ഇത് മറച്ചു വെക്കുകയാണെന്ന് എനിക്കറിയാം. 25,000 മെട്രിക് ടൺ ട്യൂണ കിട്ടുന്ന ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അതിന് ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റ് ലഭിക്കുന്നില്ല. അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. 1.5 ലക്ഷം തെങ്ങുകളും 10 കോടിയോളം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ദ്വീപിലെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അബ്ദുൽ കരീം സാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അങ്ങനെയാണോ സർ ഡയറി ഫാം പൂട്ടാനുള്ള റീസൺ എന്താണ് സർ? കേരളത്തിലെ നാളികേര വികസന ബോർഡിനെയുമാണ്. 10 കോടിയോളം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ഗൾഫിൽ വൈവിധ്യവൽക്കരിക്കാൻ ഈ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയെ നിശ്ചയിച്ചിരിക്കുന്നത് കൊയർ ബോർഡിനെയും നാളികേര വികസന ബോർഡിനെയുമാണ് സർ. ഇളമരം കരീം അത് എടുക്കുന്നില്ല. നരേന്ദ്രമോദിയുടെ വികസനം എന്ന് പറയുമ്പോൾ ശ്രീ ഇളമരം കരീം പറയുന്നത് 2 കോടി തൊഴിൽ എല്ലാ വർഷവും നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തതാണ്. അത് നടപ്പിലാക്കാത്തത് പോലെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി അല്ല ഈ പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ അതിന്റെ ലിസ്റ്റ് ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. അല്ല, അദ്ദേഹം അങ്ങനെ പറയാനുള്ള അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ നിഷേധിക്കുന്നില്ല നികേഷ്. പക്ഷെ വസ്തുതകളുമായി അത് പലപ്പോഴും ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതൊരു ഭാവന മാത്രമാണ് നമ്മുടെ. അതിന് ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചതല്ല. അദ്ദേഹം ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ ഇതിന്റെ ഡെവലപ്മെന്റുമായി പുറത്തുവിട്ട വസ്തുതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അവിടുത്തെ തദ്ദേശീയരുടെ മുന്നോട്ട് പോവുകയുമില്ല. അത് തന്നെയാണ് കലക്ടർ ഇന്ന് വന്ന് പറഞ്ഞത്. ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്ന ബഹളങ്ങളൊന്നും അവിടെ കാണുന്നില്ല. പിന്നെ ഈ നിയമം 144 കോവിഡ് അങ്ങ് മാറ്റിക്കളയട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണെങ്കിൽ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഇതിനേക്കാളും വലിയതൊക്കെ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും പറഞ്ഞതൊക്കെ ഇതിന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ മേഡം നമുക്ക് മുന്നോട്ട് പോകണം. ഇതിനേക്കാളും വലിയ പെരുന്നാള് കശ്മീരിൽ വന്നിട്ട് വാപ്പ പള്ളി പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ലക്ഷദ്വീപുകാരെല്ലാവരും ഒത്തൊരുമിച്ച് പറയുന്ന കാര്യം തെറ്റാണെന്നാണ് വരുത്തി വെക്കുന്നത്. ലക്ഷദ്വീപിലെ എല്ലാവരും ഒരുമിച്ച് പറയുന്ന കാര്യം തെറ്റാണെന്നാണ് സാർ. ഈ ഡയറി ഫാം എന്തിനാണ് സാർ പൂട്ടിയത്? ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു ജയേന്ദ്ര മാസ്റ്റർ. ഈ ഡയറി ഫാം എന്തിനാണ് സാർ പൂട്ടിയിരിക്കുന്നത്? അവര് ചോദിക്കുന്നത് ഈ ഡയറി ഫാം എന്തിനാണ് പൂട്ടിയത്? ഇങ്ങനെ ഓരോ സാധനങ്ങൾ പുതുതായി കൊണ്ടുവരാൻ പോകുമ്പോൾ പഴയത് എന്തിനാണ് അടച്ചു പൂട്ടിയത് എന്ന ചോദ്യം പ്രധാനപ്പെട്ടതല്ലേ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ? ഇപ്പൊ ഡയറി ഫാം അവിടെ അടച്ചു പൂട്ടിയിട്ടാണ് നിങ്ങൾ ട്യൂണ ഫിഷിനെ നന്നാക്കാൻ പോകുന്നത്. നികേഷേ, അവിടുത്തെ ഫാമിൽ 10 പശുക്കളും 15 എന്താ 10 പശുക്കൾ എന്ന് പറയുന്നത് 20 പശുക്കളാക്കി കൂടെ? ചെലവ് അവിടെ ഒരു 20 പശു അല്ലെങ്കിൽ 30 പശു കൊണ്ടുവന്നിട്ടാൽ എന്താണ് സാർ പ്രശ്നം? ക്ഷമയോടെ ഞാൻ കേൾക്കുന്നില്ലേ? അമൂലിന്റെ കമ്പനിയാണോ അവിടെ ലോഞ്ച് ചെയ്യണത്? എന്നെ ഒന്ന് കേൾക്കൂ മേഡം. സാർ തീർച്ചയായിട്ടും ദ്വീപിലെ എല്ലാ ദ്വീപ സമൂഹത്തിലും അമൂലിന്റെ പാക്ഡ് ഉൽപ്പന്നങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള സൗകര്യം ഗവൺമെന്റ് ഒരുക്കി താങ്കൾ മറച്ചു വെക്കുന്നു. 800 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിച്ച് 35 രൂപയ്ക്ക് വിപണനം ചെയ്യുമ്പോൾ നഷ്ടം രാജ്യത്തിനല്ലേ മേഡം? രാജ്യത്തിന്റെ നഷ്ടത്തിനാണോ സാർ? സാർ രാജ്യത്തിന്റെ എന്ത് നഷ്ടമാണ്? ഒരു നാടിന്റെ വികസനം എന്ന് പറയുമ്പോൾ ഒരു 10 പശുക്കൾക്ക് പകരം ഒരു 20 പശു അല്ലെങ്കിൽ 30 പശു കൊണ്ടുവന്നിട്ട് അവിടെ ഒരു വികസനം വരുത്തുന്നതാണോ ബുദ്ധി? അതോ ഒരു അമൂൽ പോലുള്ള ഒരു കമ്പനിക്ക് കൈമാറുകയാണോ വേണ്ടത്? അവിടെ നേരത്തെ പറയുന്നത് കേട്ടോ, 800 രൂപയുണ്ടോ ഒരു ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ? ആയിഷ സുൽത്താനക്ക് അറിയോ? ആറ്റബിക്ക് അറിയാമോ? ആറ്റബിയോട് ചോദിക്കോ, ആറ്റബി പറയട്ടെ. എന്തായിരുന്നു നികേഷ്? 800 രൂപയാവോ ഒരു ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ? 1 ലിറ്റർ പാലല്ല, പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് 800 രൂപ. ശരിയാ. പക്ഷെ അതിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുത്ത് അതൊന്ന് വികസിപ്പിച്ചെടുക്കുകയോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യായിരുന്നു. താങ്കളവിടെ ജനപ്രതിനിധിയായിരുന്നു, എന്തുകൊണ്ടാണ് അത്രയും ഉയർന്ന തുക വരുന്നത്? ഒരു കാര്യം ക്ലിയർ ചെയ്യട്ടെ. ഈ ഇന്ത്യയിലെ ക്ഷീര കർഷകർ മുഴുവൻ നമ്മളിപ്പോ ഇവിടെ നിന്ന് വെല്ലുവിളിക്കേണ്ട കാര്യമില്ല. ശ്രീ ആയിഷ പറഞ്ഞു എന്തായിരുന്നു BJP-യുടെ ആളാണ്, എന്നോട് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പൊ BJP-യുടെ ആളായിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. BJP അത് പോട്ടെ, നമുക്കിപ്പോ രാഷ്ട്രീയമൊന്നും വിഷയമല്ലല്ലോ. ആറ്റബി BJP ആണല്ലോ അല്ലേ? ഇപ്പോഴും BJP ആണ്.
ഞാൻ BJP-യുടെ അംഗം തന്നെയാണ്. പക്ഷെ BJP എന്നെ ഏർപ്പെടുത്തിയിട്ടില്ല ഇവിടെ ചർച്ചയ്ക്ക് വരാനായിട്ട്. എന്നെ ഏർപ്പെടുത്തിയ ലക്ഷദ്വീപിലെ ജനങ്ങളാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഇതിലെ മറ്റേ സംശയങ്ങൾ ദൂരീകരിക്കാൻ വന്ന കാര്യം ശ്രീ ഐഷ പറഞ്ഞു അവര് പോയപ്പോ 144 ഉണ്ടായിരുന്നു മറ്റേ അഗത്തിയില് സിനിമ ഷൂട്ടിങ്ങിന് പോയപ്പോ. അത് ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആ കഷ്ടപ്പെട്ട് അവർ സിനിമ ഷൂട്ട് ചെയ്തത് ഈ BJP-യുടെ പ്രസിഡന്റും കൂടെ ആയ എന്റെ ഫാദർ 3 പ്രാവശ്യം കളക്ടറിനെ കണ്ട് പെർമിഷൻ മേടിച്ചു കൊടുത്തിട്ടാണ്. നിലവിലുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ കവരത്തിയിലുള്ള ആളായിരുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ മകളാണോ? വൈസ് പ്രസിഡന്റിന്റെ മകളാണ്. BJP ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഇത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പറയട്ടെ. BJP ഞാൻ കവരത്തിയിലുള്ള സമയത്ത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ BJP പ്രസിഡന്റ് ഒരു നിവേദനം കൊണ്ടുപോയി കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതിലെന്താണുള്ളത് ഞാൻ കാരണം എന്നെ BJP-ക്കാർ ഏർപ്പെടുത്തിയല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത് എന്താണെന്നുള്ളത് നിങ്ങൾ അത് കിട്ടിച്ചിട്ട് നിങ്ങളത് തലനാരി കീറി പരിശോധിച്ചോളൂ. അത് കൊടുത്തു കഴിഞ്ഞു മാർച്ചിൽ. അതിൽ പ്രതികരിക്കേണ്ടത് BJP ഏർപ്പെടുത്തിയ ആൾക്കാർ. ഞാൻ അതിൽ പ്രതികരിക്കുന്നില്ല. ശ്രീ ഹംദുള്ള, ഈ പാലുൽപാദനം അവിടെ വേണ്ട, ആ പശുവിനെയൊക്കെ 250 രൂപ കിലോയ്ക്ക് വെച്ച് കൊടുത്തേക്ക് എന്നാണല്ലോ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത്. 800 രൂപ 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ എങ്ങനെ വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടത്. 2, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ഫണ്ട് ഇങ്ങനെ വെറുതെ ചോർത്തിക്കളയാനുള്ളതാണോ? അതിന് പകരം അമൂലിന്റെ സാധനം ഞാൻ ഗുജറാത്തിൽ നിന്ന് ഇറക്കിത്തരാം എന്ന് പറയുന്നു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ തെറ്റു പറയാനാവോ? നമ്മൾ സ്വാഗതം ചെയ്യുന്നു അമൂൽ പാലിനെ. പക്ഷെ അതിനൊപ്പം തന്നെ അനിമൽ ഹസ്ബൻഡറി നിങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പാടില്ല. അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് കടന്നോട്ടെ. അതിനൊപ്പം നിങ്ങൾ അമൂൽ പാലും കൂടെ കൊണ്ടുവന്നിട്ട് ലക്ഷദ്വീപുകാർക്ക് കൊടുത്ത് നിങ്ങൾ സ്വാഗതം ചെയ്യും. ഒരു കുഴപ്പമില്ല. അതെന്താ പ്രശ്നം? നല്ലൊരു കാര്യമില്ലേ? നല്ലൊരു കാര്യത്തിന് നമ്മൾ സ്വാഗതം ചെയ്യും. പക്ഷേ അമൂൽ പാൽ കൊണ്ടുവരുന്നത് കൊണ്ട് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ വൈൻഡപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണുള്ളത്? അതില് ജില്ലാ പഞ്ചായത്തിന് 5 ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ MP ആയ സമയത്തിൽ 5 ഡിപ്പാർട്ട്മെന്റ് ജില്ലാ പഞ്ചായത്തിന് അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, അഗ്രികൾച്ചർ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ഈ 5 ഡിപ്പാർട്ട്മെന്റും 5 സെക്ടേഴ്സും കൊടുത്തതാണ് അവർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി. 5 ഡിപ്പാർട്ട്മെന്റിന്റെ പവർസും അധികാരവും ട്രാൻസ്ഫറും പോസ്റ്റിങ്ങും എല്ലാ സാധനവും ഈ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം എടുത്തു മാറ്റി. എന്നിട്ട് ഈ ജില്ലാ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ എന്താ പോസ്റ്റ്മാൻമാരാ? ഒരു പണിയില്ലാതെ. ഈ ഒരു പവറും അവർക്കില്ലെങ്കിൽ, ഒരു ട്രാൻസ്ഫർ ഇല്ല, ഒരു പോസ്റ്റിംഗ് ഇല്ല, അല്ലെങ്കിൽ ഒരു നയം ഉണ്ടാക്കാനുള്ള അധികാരമില്ല, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്കൂളോ ഒരു ഹോസ്പിറ്റലോ വിസിറ്റ് ചെയ്യാനുള്ള അധികാരമില്ലെങ്കിൽ പിന്നെ എന്ത് ഈ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് കാര്യം എന്താണ്? ശ്രീ അബ്ദുള്ള, ഞാൻ ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോയിക്കോട്ടെ. ശ്രീ അബ്ദുള്ള, ഒറ്റ കാര്യം നോക്കൂ, ഇവിടെ കേരളത്തിൽ ഇതിനെതിരെ പ്രതിഷേധമുണ്ട്, വ്യാപകമായ പ്രതിഷേധമുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭ പ്രമേയം പാസ്സാക്കും. ഒരുപക്ഷെ നാളെ തന്നെ ഉണ്ടാവും. നാളെ നയപ്രഖ്യാപനം കഴിഞ്ഞ് ഈ പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ BJP അംഗമില്ലാത്തതുകൊണ്ട് ഐകകണ്ഠ്യേന ആ പ്രമേയം പാസ്സാകും. അതിനപ്പുറത്തേക്ക് ഈ വിഷയം ഈ രാജ്യമാകെ ഏറ്റെടുത്തായി കാണുന്നില്ല. ഇന്ന് ഹിന്ദുവിൻ്റെ എഡിറ്റോറിയലുണ്ട്, ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്തകൾ കൊടുക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മാറ്റം വരുത്താനുള്ള പ്രതിഷേധം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ ശ്രീ ഹംദുള്ള? ഞങ്ങൾ അവിടെ പ്രതിഷേധം ചെയ്യണമെങ്കിൽ പറഞ്ഞല്ലോ, ഡിസംബർ മാസത്തിൽ ഈ SOP എടുത്ത് മാറ്റുന്ന സമയത്ത് ഞങ്ങൾ ശക്തമായിട്ട് എല്ലാ പാർട്ടിക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും കൂടിയിട്ട് നമ്മൾ സമരം ചെയ്തു. നമ്മൾ സമരം ചെയ്തപ്പോ ഈ പറയപ്പെട്ട ഗുണ്ട ആക്ട് പോലും നടപ്പിലാക്കാത്ത സമയത്ത് സാധാ ഇന്ത്യൻ പീനൽ കോഡിൽ മറ്റേ FIR-ന്റെ വകുപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ 1 മാസത്തോളം നമ്മൾ ആൾക്കാർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. കേരള ഹൈക്കോടതിയിൽ പോയി 1.5 മാസം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ സമരം അന്ന് മുതൽ ഇവര് 144 ലോക്ക്ഡൌണും കാരണം കോവിഡ് കൂടിപ്പോയി 60%. ഇന്ന് മറ്റേ കലക്ടർ കൊടുത്തിരിക്കുന്ന മറ്റേ ഇതെന്താണ്, നാഷണൽ മീഡിയക്ക് കൊടുത്തിരിക്കുന്ന മറ്റേ കണക്ക് 7.9% ആണ്. ഇന്ന് കാലത്ത് ഞാൻ ടൈംസ് നൗ കൂടെ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ചാനലിന്റെ കൂടെ. അവരിപ്പോ വീണ്ടും വിളിച്ചിരിക്കുകയാണ്. അപ്പൊ 7.9% ആണ് കൊടുത്തത്. എന്ത് പറ്റുന്നോന്നാണ് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റർക്ക് നാണമുണ്ടോ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ? അവിടെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ഓർഡർ കൊടുക്കും. ഇവിടുത്തെ ചുറ്റുപാട് വേറെയാണ്, ഇവിടുത്തെ ആൾക്കാർ വേറെയാണ്, ഇവിടുത്തെ സംസ്കാരം വേറെയാണ്, ഇവിടുത്തെ രീതി വേറെയാണ്, ഇവിടുത്തെ ഭാഷ വേറെയാണ്, ഇവിടുത്തെ ഭക്ഷണശൈലി വേറെയാണ്, ഇവിടുത്തെ ഡ്രസ് ഇടുന്ന രീതി വേറെയാണ്. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള രീതിക്കുള്ള വികസനമാണ് വേണ്ടത്.
തീർച്ചയായും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലക്ഷദ്വീപിന്റെ ഒപ്പം മലയാളികളും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ശ്രീ അബ്ദുള്ള സയ്യിദ്, ശ്രീ എളമരം കരീം. പക്ഷേ ഈ പ്രതിഷേധങ്ങളൊന്നും നിലവിലുള്ള ഈ സമീപനങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിനെ പിന്തിരിപ്പിക്കാനാകില്ല എന്നുള്ളത് ഇതിനേക്കാളും വലിയ പ്രതിഷേധം. നേരത്തെ ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങൾ പിന്മാറിയിട്ടില്ല, പിന്നെയല്ലേ ഈ കൊച്ചി 70,000 പേരുള്ള ലക്ഷദ്വീപ്. പക്ഷെ അത് ജനങ്ങൾ തന്നെ മാറ്റിക്കും. കാരണം ഇപ്പൊ ഈ റീസെന്റായി നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPക്ക് കനത്ത തിരിച്ചടിയേറ്റത് ഇതുപോലുള്ള നയത്തിന്റെ ഭാഗമാണ്. കർഷക സമരത്തെ നേരിട്ട രീതിയുടെ ഭാഗമാണ്. കാശ്മീരിൽ നിയമമുണ്ടാക്കുമ്പോൾ നടപടിയെടുക്കുമ്പോൾ അവിടെ ജീവിച്ചിരിപ്പുള്ള 3 മുൻ മുഖ്യമന്ത്രിമാരെ തടവിലിട്ടുകൊണ്ടാണ്, ജനങ്ങളെ മുഴുവൻ ബന്ദികളാക്കിക്കൊണ്ടാണ്. ആ വികസനത്തിനൊന്നും രാജ്യത്ത് പിന്തുണ കിട്ടില്ല. ഇതിനൊക്കെ ഒരു അവസാനം വരും. ഇതൊന്നും ഇങ്ങനെ രഥമുരുട്ടി അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ആ ചുമരെഴുത്ത് മനസ്സിലാക്കാൻ BJP സന്നദ്ധമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ജനപ്രതിനിധികൾ ജനാധിപത്യ തത്വ അടിസ്ഥാനത്തിൽ അവരെ സമീപിക്കണം, അവരുമായി കൺസൾട്ട് ചെയ്യണം. അത് ചെയ്യാതെ ഈ ഭരണ നേതൃത്വം എന്തോ തീരുമാനിച്ച് അത് പോയി അടിച്ചേൽപ്പിക്കുന്ന രീതി ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ലക്ഷദ്വീപിലല്ല, ഇന്ത്യയിലെ ഒരു പ്രദേശത്തും അങ്ങനെ നടപ്പാക്കുന്നത് നമുക്ക് യോജിക്കാൻ സാധ്യമല്ല. മറ്റു രീതിയിൽ അതിനെ കാണേണ്ട കാര്യമില്ല. ആദ്യം ആ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കും. അതാണ് ഇപ്പോ ഹംദ് പറഞ്ഞത്. അവിടുത്തെ ജീവിത രീതി, അവരുടെ ഭക്ഷണ രീതി, അവരുടെ സംസ്കാരം, ഗോത്രവർഗ, അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരം അംഗീകരിച്ചുകൊണ്ട് അതെല്ലാം മാനിച്ചുകൊണ്ടുള്ള ഒരു വികസന പദ്ധതിയാണ് അവിടേക്ക് അനുയോജ്യമായി വേണ്ടത്. അത് ജനങ്ങളുമായി സംവേദിക്കണം ആദ്യം. ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് അങ്ങനെ ഒരു ബോധ്യമേ ഇല്ല. മുൻവിധിയോടുകൂടി തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ ബുൾഡോസറുമായി വന്നിരിക്കുക. അതിനെതിരായിട്ടാണ് പ്രതിഷേധം ശക്തിപ്പെട്ടു വരുന്നത്. ശരി ആയിഷ, വലിയ പ്രതിഷേധം ദ്വീപ് നിവാസികളിൽ ഉരുണ്ടുകൂടുന്നുണ്ടെന്നാണ് ആയിഷ മനസ്സിലാക്കുന്നത്. അതെ, സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ററാക്ഷനുകളിൽ കാണാമോ? തീർച്ചയായിട്ടും. അവർക്ക് ഈ 144 എപ്പോഴാണ് അവരെടുത്ത് മാറ്റുന്നത്, അതോടുകൂടി ഈ ശരിക്ക് ലക്ഷദ്വീപുകാരുടെ പ്രതികരണം എന്താണെന്നുള്ളത്, പ്രതിഷേധം എന്താണെന്നുള്ളത് എല്ലാവരും അറിയും. അതുവരെയാണ് ഈ പറയുന്ന 144 ഒന്നെടുത്ത് മാറ്റാൻ പറയും. നാളേക്ക് നാളെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ എന്നുള്ള രീതിയിലെങ്കിലും ഒരു 144 അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറയും. ശരി, ആയിഷ സുൽത്താന, ഒപ്പം തന്നെ TK ആറ്റബി, ജയചന്ദ്രൻ മാസ്റ്റർ, എളമരം കരീം, ഹംദുള്ള സയ്യിദ്, എഡിറ്റേഴ്സ് അവറിൽ സഹകരിച്ചതിന് നന്ദി. നമസ്കാരം.